مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ രണ്ട് വഴികളാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒന്ന് പ്രമാണബന്ധിതമായ ആദർശത്തിൻ്റെ വഴി, രണ്ടാമത്തത് പാരമ്പര്യത്തിൻ്റെ ലലാലത്തിൻ്റെ വഴി. ഹിദായത്ത് തികച്ചും പ്രമാണബന്ധിതമാണ്. എന്തെങ്കിലും കഥകളുടെയോ കാലഘട്ടങ്ങളുടെയോ സമൂഹങ്ങളുടെയോ ജീവിത രീതികളുമായി ബന്ധിപ്പിച്ച് വ്യാഖ്യാനിക്കാനുള്ളതല്ല അത്. കൃത്യമായ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് സ്ഥാപിക്കാനുള്ളതാണ്. അതിനാണ് അല്ലാഹു തആല നുബുവത്തും റിസാലത്തും വെച്ചത്. നുബുവത്ത് പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ ദീനിൻ്റെ പരിശീലനം സമൂഹത്തിന് കൊടുക്കാനുള്ളതാണ് നബിമാർ. നബിമാരുടെ അഭാവത്തിൽ ആ പരിശീലനത്തിന് കുറവ് വരികയും സമൂഹത്തിൻ്റെ നിയന്ത്രണം പുരോഹിതന്മാരുടെയും ഭരണകൂടങ്ങളുടെയും മേലെ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ തിരുത്താൻ, വീണ്ടും പഴയ അവസ്ഥയിലേക്ക്, പ്രമാണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമുള്ളതാണ് റിസാലത്തും റസൂലുകളും. നുബുവത്തിൻ്റെയും റിസാലത്തിൻ്റെയും രണ്ട് വഴികളെപ്പറ്റി നാം അല്പം മനസ്സിലാക്കിയിരിക്കൽ നല്ലതാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്, ഒന്നാമത്തെ നബി, പക്ഷെ ഒന്നാമത്തെ റസൂലല്ല. എന്തുകൊണ്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ റസൂലാക്കേണ്ടി വരാതിരുന്നത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാര്യയോ മക്കളോ പ്രമാണത്തിൽ നിന്ന് തെറ്റിയിട്ടില്ല. ആകാശലോകത്ത് വെച്ചും സ്വർഗലോകത്ത് വെച്ചും എന്തൊക്കെയാണോ പഠിച്ചിരിക്കുന്നത്, ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ആദം ഹവ്വ ദമ്പതിമാർ. അത് പഠിപ്പിക്കാൻ, അതായത് പ്രമാണങ്ങൾ സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടാണ് നുബുവത്തിലൂടെ അല്ലാഹു തആല ചെയ്യുന്നത്. നിലവിലുള്ള സമൂഹം വഴിതെറ്റിയിട്ടില്ല.
പുരോഹിതന്മാരുടെയും ഭരണകൂടത്തിൻ്റെയും ആധിപത്യം സമൂഹത്തിൻ്റെ മേൽ വന്നിട്ടില്ല. തികച്ചും പ്രമാണത്തിലധിഷ്ഠിതമായി ജീവിക്കുകയാണ് സമൂഹം. സമൂഹം എന്ന് പറഞ്ഞാൽ ആരാ? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾ, ആദം നബി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബം. അള്ളാഹുവിൽ നിന്ന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കിട്ടണമെങ്കിൽ അതിനൊരു ഔദ്യോഗിക പദവി വേണം. അതാണ് നുബുവത്തിൻ്റെ പദവി. അള്ളാഹു സംസാരിക്കുന്നു നബിയോട്. സമൂഹത്തിൻ്റെ ആദർശം എങ്ങനെ പാഴാവാതെ നിലനിർത്തിക്കൊണ്ടു പോകണം, അതിനുള്ള ഹിക്കുമത്തുകൾ എന്തൊക്കെയാണ്, അതിനുള്ള പരിജ്ഞാനം മാലൂമാത്തുകൾ എന്തൊക്കെയാണ്, അതിനാവശ്യമായ തർത്തീബാത്തുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നു അല്ലാഹു തആല നബിയോട്. നബി ആ കിട്ടിയ വിവരമനുസരിച്ചിട്ട് സമൂഹത്തെ നയിക്കുന്നു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജോലി തുടരുന്നു വഫാത്ത് വരെ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്താകുന്നത് വരെയും ലലാലത്തിൻ്റെ വക്താവായ ഷൈത്താന് പാരമ്പര്യത്തെ പറഞ്ഞു കൊടുക്കാൻ വേറെ ഒന്നുമില്ല. കാരണം ആദമിന് മുമ്പൊരു പാരമ്പര്യം അവിടെ ഇല്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആവട്ടെ പാരമ്പര്യമനുസരിച്ചല്ല ജീവിച്ചത്, പ്രമാണമനുസരിച്ചാണ്. എൻ്റെ പ്രയോഗങ്ങൾ ശരിക്കും കൃത്യമായി മനസ്സിലാക്കണം. ഒന്ന് പ്രമാണാധിഷ്ഠിതം, മറ്റേത് പാരമ്പര്യാധിഷ്ഠിതം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മരണത്തിന് ശേഷം ഷൈത്താൻ ആകാശത്തിൽ നിന്ന് കിട്ടിയ തർബിയത്തനുസരിച്ച് ലലാലത്ത് പ്രചരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഷൈത്താൻ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ലലാലത്ത് എന്നതും ഷൈത്താൻ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മാത്രം പഠിച്ച് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ മാത്രം കാര്യങ്ങൾ നോക്കി കാണരുത്. ആകാശത്തിൽ നിന്ന് 2 പേരെയാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 2 പേരെയാണ് ആകാശത്തിൽ അല്ലാഹു തആല ട്രെയിനിങ് കൊടുക്കുന്നത്. ഒന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അസാസീലിന് ട്രെയിനിങ് തുടങ്ങി. മലക്കുകളോടൊപ്പമാണ് അസാസീലിന് ട്രെയിനിങ് കിട്ടുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ മലക്കുകളോടൊപ്പം പറപ്പിച്ചിട്ടില്ല അല്ലാഹു തആല. അതേസമയത്ത് അസാസീൽ, അതായത് ഷൈത്താനാകാൻ പോകുന്ന ആള്, ഇബ്ലീസ് ആകാൻ പോകുന്ന ആളുടെ പേര് അസാസീൽ എന്നാണ് ഉലമാക്കൾ രേഖപ്പെടുത്തി കാണുന്നത്. അബുൽ ഇസ്ഹു സമർക്കന്ദിയെ പോലെയുള്ളവർ അദ്ദേഹത്തിൻ്റെ ബദായിഉദ്ദുഹൂർ എന്ന കാലഘട്ടത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്ന വിഷയത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യോൽപത്തിയെപ്പറ്റി ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാരും ഈ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു അലം. പിറകെ ഇബ്ലീസാകാൻ പോകുന്ന അസാസീൽ മലക്കുകളോടൊപ്പമാണ് അള്ളാഹുവിൽ നിന്ന് പരിശീലനം കിട്ടുന്നത്. ആവശ്യമുള്ള ഇൽമ്, ആവശ്യമുള്ള അമൽ ചെയ്യാനുള്ള രീതി, ഇതൊക്കെ മലക്കുകളോടൊപ്പമാണ് അസാസീലിന് ട്രെയിനിങ് കിട്ടുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ട്രെയിനിങ്ങിന് മലക്കുകളോടൊപ്പം കൂട്ടിയിട്ടില്ല. മലക്കുകൾ ഒന്നിച്ച് താമസിക്കാൻ ഏർപ്പാടും ആക്കിയിട്ടില്ല. സെപ്പറേറ്റാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംവിധാനം. എല്ലാം നോക്കി ഖുർആൻ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ പഠിപ്പിച്ചത് അല്ലാഹു തആല നേരിട്ട് ആദമിനെ, മലക്കളൊക്കെ കൂട്ടിയിരുത്തിയിട്ടല്ല പഠിപ്പിക്കുന്നത്. വഅല്ലമ അല്ലാഹു തആല പഠിപ്പിച്ചു ആദമിനെ അൽ അസ്മാഅ കുല്ലഹ, ആവശ്യമുള്ള ഇൽമുകൾ, കൗനിയായ അറിവുകൾ, സാങ്കേതിക ജ്ഞാനങ്ങൾ. ഭൂമിയിലെത്തിയാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 2 കാര്യങ്ങളാണ് ഭൂമിയിൽ ചെയ്യേണ്ടത്. ഒന്ന് ജീവിക്കണം, രണ്ടാമത്തത് ആ ജീവിതം ആദർശാധിഷ്ഠിതമായിരിക്കണം. ഒന്ന് ജീവിക്കണം. അപ്പം ജീവിക്കാൻ അസ്ബാബുകൾ ആവശ്യമാണ്. ആ അസ്ബാബുകളൊക്കെ അല്ലാഹു തആല പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആകാശത്ത്. രണ്ടാമത്തത് ആ ജീവിക്കുന്നത് ആദർശാധിഷ്ഠിതമായിരിക്കുകയും ചെയ്യണം. അത് ആകാശലോകത്ത് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ല, ഭൂമിയിലെത്തിയതിന് ശേഷമാണ് പഠിപ്പിക്കുന്നത്. ജീവിക്കാൻ പഠിപ്പിച്ചത് ആകാശലോകത്ത്, സ്വർഗത്തിൽ പാർപ്പിച്ചു അല്ലാഹു തആല. ജീവിതം പഠിപ്പിക്കാനാണ്, നിസ്കാരം നോമ്പും പഠിപ്പിക്കാനല്ല. ആദം ഹവ്വ ദമ്പതിമാർ സ്വർഗത്തിൽ പോയിട്ട് നിസ്കാരം നോമ്പും പഠിക്കുകയല്ല ചെയ്തത്. നിസ്കരിക്കാനും നോമ്പൊക്കാനൊന്നും ആയിട്ടില്ല, സമയമായിട്ടില്ല. ഭൂമിയിലെത്തിയാൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാവും. ആ ട്രെയിനിങ്ങാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. ഭൂമിയിലെത്തിയാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ജോലി എന്താണ്?
വിശപ്പ് തീർക്കാനുള്ള ഭക്ഷണം, ദാഹം തീർക്കാനുള്ള വെള്ളം. ഇതാണ് ഒന്നാമത്തെ വിഷയം, ഏറ്റവും ആദ്യത്തെ വിഷയം. ആ വിഷയത്തിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ആദം ഹവ്വ ദമ്പതിമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഒന്നാമത്തെ ട്രെയിനിങ് എന്താണ്? കൽപ്പിക്കപ്പെട്ടത് മാത്രമേ തിന്നാവൂ, കൽപ്പിക്കപ്പെട്ടത് മാത്രമേ കുടിക്കാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം ഹവ്വ ദമ്പതിമാർക്ക് കൊടുത്ത നിർദ്ദേശം അതാണ്. രണ്ടാമത്തെ ട്രെയിനിങ്, കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്തത് തിന്നരുത്, കൽപ്പിച്ചിട്ടില്ലാത്തത് കുടിക്കരുത്. അപ്പോൾ തിന്നുക കുടിക്കുക മുതൽ ആ കാര്യത്തിനാണ് രണ്ടെണ്ണം പഠിപ്പിക്കുന്നത്. തിന്നുക കുടിക്കുക എന്ന വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്തിൽ വെച്ച് ആദം ഹവ്വ ദമ്പതിമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഒന്ന്, വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിന്നാം, ആവശ്യമുള്ളത് കുടിക്കാം ഈ ഏരിയയിൽ. വലാ തഖറബാ ഹാദിഹി ഷജറ, ഈ ഏരിയയിലേക്ക് പോകരുത്, അവിടെയുള്ളത് തിന്നുകയും കുടിക്കുകയും അരുത്. അപ്പോൾ തിന്നുന്ന കാര്യത്തിൽ ഇതെല്ലാം ഖുർആനിലെ കൂട്ടരെ എൻ്റെ കഥ പറയുന്നതാണോ? മേലെ പോകാൻ പറയും. പരിശുദ്ധ ഖുർആനാണ് നമുക്കിത് വിശദീകരിച്ച് തരുന്നത്. മനുഷ്യൻ്റെ അസ്തിത്വത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം അതിന് ശേഷം വരാനിരിക്കുന്ന സകലതിനെയും പഠിച്ചെടുക്കേണ്ടത്. അസ്തിത്വ നിർമ്മാണം, അല്ലെങ്കിൽ ഉൽപ്പത്തി നിർമ്മാണം, പ്രത്യുൽപാദന നിർമ്മാണം, ഇത് രണ്ടും അല്ലാഹു തആല നമുക്ക് പരിശീലിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉൽപ്പത്തിയെ നിർമ്മിച്ച സമയത്ത് തന്നെയാണ് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആവശ്യ പൂർത്തീകരണത്തിൻ്റെ തർബിയത്തുണ്ടാക്കുന്നത്. അപ്പോൾ യാദൃച്ഛികമായി പെട്ടെന്ന് അങ്ങ് എന്തോ കാരണത്താൽ വന്നു പോയതല്ല ഭൂമിയിലേക്ക് മനുഷ്യൻ, ഭൂമിയിലേക്ക് വരാനുള്ളതാണ് മനുഷ്യൻ. ആദം ഹവ്വ ദമ്പതിമാർക്ക് കൊടുത്ത ഈ തർബിയത്ത്, ആ ട്രെയിനിങ് രണ്ട് രീതിയിൽ പൂർത്തീകരിക്കപ്പെട്ടു. കൽപ്പിക്കപ്പെട്ടത് തിന്നു, നിരോധിച്ചതും തിന്നു. എന്താ സംഭവിച്ചത്? കൽപ്പിച്ചതും തിന്നു, നിരോധിച്ചതും തിന്നു. അപ്പം കൽപ്പന പൂർത്തിയാക്കി നിരോധനം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല, വൈരുദ്ധ്യമായി. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സബബാക്കി ഭൂമിയിലേക്ക് വരുന്നതിന്. ആ സമയത്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ സ്വർഗീയ വസ്ത്രം ആദമിൻ്റെ ശരീരത്തിൽ നിന്ന് പറന്നുപോയതും, സ്വർഗത്തിലുള്ളൊരു മരമായ എലന്ത മരത്തിൻ്റെ ഇല പറിച്ച് ആദം ഗുഹ്യഭാഗം മറച്ചതും, അതൊരു വലിയ പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും കാരണമാകുകയും അതിനോടനുബന്ധിച്ച് ഭൂമിയിലേക്ക് യാത്ര തിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതൊക്കെ ആ സന്ദർഭത്തിലാണ്. ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ വിശദീകരിച്ചിട്ടുണ്ട്. ഭൂമിയിലെത്തിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് കിട്ടിയ നിർദ്ദേശവും ആകാശലോകത്ത് കിട്ടിയ ട്രെയിനിങ്ങും അനുസരിച്ച് ഭൂമിയിൽ ജീവിക്കാനാണ് ഏർപ്പാടാക്കുന്നത്. അതിലൊന്നാമത്തെ വിഷയം എന്താണ്? തിന്നലും കുടിക്കലും തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലക്കും ഫിൽ അർളി മുസ്തഖറും വ മതാഉൻ ഇലാ ഹീൻ. തിന്നാനും കുടിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട്, ആ വസ്തുക്കളെ ശേഖരിക്കാൻ വേണ്ടി നിങ്ങൾ മെനക്കെട്ടാൽ മതി. അല്ലാഹു തആല ആദം ഹവ്വ ദമ്പതിമാരോട് പറഞ്ഞ വിഷയം ഖുർആൻ പറഞ്ഞു തരുമല്ലേ സഹോദരന്മാരെ. ആദം ഹവ്വ ദമ്പതിമാരുടെ ആദ്യത്തെ ജോലി അതാണ്. ഇപ്പോഴും പ്രമാണങ്ങളിലേക്ക് കടന്നിട്ടില്ല, ആദർശത്തിലേക്ക് കടന്നിട്ടില്ല, ജീവിതത്തിലേക്കാണ് കടക്കുന്നത്. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പരിശീലിപ്പിക്കപ്പെട്ടതുപോലെ ആകാശലോകത്ത് കിട്ടിയ ട്രെയിനിങ് അനുസരിച്ച് വസ്തുക്കളെ ശേഖരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിലാണ് സന്താനോൽപാദനം നടക്കുന്നത്, ഹവ്വ പ്രസവിക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് 10-40 എണ്ണം പ്രസവിച്ചു. 41 കുഞ്ഞുങ്ങളുണ്ടായി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്. 21 പ്രസവത്തിൽ 20 പ്രസവം ഇരട്ടയായിരുന്നു, ഒരാണും ഒരു പെണ്ണും. 21ാമത്തത് ഒരാണാണ്. ചരിത്രകാരന്മാർ എഴുതുന്നു ആ ആണാണ് ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 21ാമത്തെ സന്തതി. ഈ 21 ഈ 41 മക്കൾക്കാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് നുബുവത്തിലൂടെ കിട്ടുന്ന വിവരം ഈ 41 മക്കൾക്കാണ്.
ഭാര്യയും 41 മക്കളും, അങ്ങനെ 42 പേര്. അവരെ ഇരുത്തിയിട്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം വയലു പറയുന്നത്. വേറെ മനുഷ്യൻ ഉണ്ടാകാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണത്തിന് ശേഷം ആദം അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുന്നു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കബറടക്കുന്നു. മക്കൾ വലുതാകുന്നു, മക്കൾക്ക് മക്കൾ ഉണ്ടാകുന്നു. അതായത് ആദമിൻ്റെ പേരക്കുട്ടികൾ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരക്കുട്ടികളും ആദം നബിയുമായിട്ടല്ല ബന്ധം നമ്മൾ കാണുന്നത്. പേരക്കുട്ടികൾ വന്നു, അവർ വളർന്നു വലുതായി. ഇപ്പം മക്കളും മക്കളുമായിട്ട് തലമുറ ഉണ്ടാകാൻ തുടങ്ങി ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്. ഈ സമയത്താണ് രണ്ടാമത്തെ കക്ഷി അയാളുടെ ജോലി ആരംഭിക്കുന്നത്. ആരാണ് രണ്ടാമത്തെ കക്ഷി? ആകാശത്തിൽ വെച്ച് ട്രെയിനിങ് കിട്ടിയ രണ്ടാമത്തെ കക്ഷി അസാസിൽ. അയാളാണ് സുജൂദ് ചെയ്യാത്തതിൻ്റെ പേരിൽ അള്ളാഹു തആല പേര് മാറ്റിയിട്ട് ഇബ്ലീസ് എന്നാക്കിയത്. അള്ളാഹ് ഇട്ട പേരല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ വിളിച്ചത് എന്താണ്? ഖാല യാ ഇബ്ലീസ് മാ മനഅക അൻ തസ്ജുദ അല്ലാ തസ്ജുദ ഇദ് അമർതുക. ഹോ ഇബ്ലീസേ, നിന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ നിന്നെ അതിൽ നിന്ന് തടഞ്ഞ വസ്തുത എന്താണ്? ഇവിടെ അള്ളാഹു ഇബ്ലീസ് എന്ന് വിളിച്ചത്. മറ്റേ ആളെ വിളിച്ചതോ യാ ആദം ഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന, യാ ആദം അംബിഉഹും ബിഅസ്മാഇഹിം. ഇതൊക്കെ വളരെ കൃത്യമല്ലേ. ഇതൊന്നും സാങ്കല്പിക കഥാപാത്രങ്ങളല്ലല്ലോ. ഇതൊന്നും സാങ്കല്പിക കഥാപാത്രങ്ങളല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പേര് വിളിച്ചതല്ലേ രണ്ടുപേരെയും. അപ്പോൾ അയാളെ ഒറിജിനൽ പഴയ പേര് മാറ്റി പുതിയ പേരിട്ടു അള്ളാഹു തആല. ഇപ്പം യാ ഇബ്ലീസായി പേര്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തെ ആദർശവുമായി ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ നിർദ്ദേശം. ആ സമയത്താണ് നിർദ്ദേശം വരുന്നത്. ഭക്ഷണം കഴിക്കണം, അത് ആദർശാധിഷ്ഠിതമായിരിക്കണം. ആദർശം പ്രമാണബന്ധിതവുമായിരിക്കണം. സുമാറാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒന്നാമത്തെ തലമുറയോടാണ് പറഞ്ഞത്, ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ. ആദർശത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഹുദ, ഹിദായത്ത്. ഇമ്മാ ഞാൻ ഇത്ര കൃത്യമായി പറഞ്ഞ് പലപ്പോഴും പറയുന്ന വിഷയങ്ങൾ തന്നെയാണിത്. വർത്തമാന കാലഘട്ടത്തിൽ ദീനുൽ ഇസ്ലാമിനെ വെറും കഥ പഠിക്കും പോലെ പഠിച്ച് കുറേ ആൾക്കൂട്ടത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനല്ല നമ്മുടെ ഉത്തരവാദിത്തം. പ്രമാണബന്ധിതമായി ദീനുൽ ഇസ്ലാമിനെ ഇന്നുകളെ ഇന്നലകളുമായി കണക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ടത് നാളുകൾക്ക് പ്രചോദനമാകണം. എല്ലാവർക്കും സംഭവിച്ച കുഴപ്പം എന്താണ്? ശാസ്ത്രജ്ഞന്മാർക്ക് സംഭവിച്ച കുഴപ്പം എന്താണ്? ഇന്നലകളെ പറ്റി പറയാൻ അവർ മെനക്കെടുന്നില്ല, ഇന്നുകൾ മാത്രം പറയാനേ മെനക്കെടുന്നുള്ളൂ. ഭൗതികവാദികൾക്ക് സംഭവിച്ചത് എന്താ? മതക്കാരായാലും ഇസക്കാരായാലും രണ്ടു കൂട്ടക്കാർക്കും സംഭവിച്ചത്, മതക്കാര് ഇന്നത്തെ ആവശ്യം തീരാൻ ആത്മീയമായി എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇസക്കാരോ ഇന്നത്തെ ആവശ്യം തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് വസ്തുക്കളെയാണ് എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇവരാരും ഇന്നലകളിലേക്ക് പോയില്ല. ഇന്നലകളിലേക്ക് പോകാതെ വന്നപ്പോൾ മതങ്ങൾക്കോ അല്ലെങ്കിൽ ഇസങ്ങൾക്കോ പ്രമാണവുമായിട്ട് ബന്ധമില്ലാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ടാണ് നാം പറഞ്ഞത് ദീനുൽ ഇസ്ലാമിനെ ചർച്ച ചെയ്യുമ്പോൾ അക്കൂട്ടത്തിലെ മതങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റുകയില്ല എന്ന്. കാരണം ഇസ്ലാം അങ്ങനെ ഒരു മതമല്ല. മതങ്ങൾ വേറെ, ഇസങ്ങൾ വേറെ, ഇസ്ലാം വേറെ എന്ന് പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ്. മതങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന പുരോഹിതന്മാർ അതാത് കാലത്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ സംഘടിപ്പിക്കുന്നതിന് ആത്മീയ ബന്ധമുണ്ടാക്കി തീർക്കുക എന്നതാണ് മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആത്മീയ ബന്ധത്തിൻ്റെ പുരോഹിതന്മാർ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് മരിച്ചുപോയ വ്യക്തികളെയാണ്. അത് അടിസ്ഥാനമാണ്. മരിച്ചുപോയ മഹാന്മാർ എന്നത് അടിസ്ഥാനമാണ്, പിന്നീട് വന്നു ചേർന്നതല്ല. മരിച്ചുപോയ വ്യക്തികളെ വെച്ചുകൊണ്ട് സാധാരണക്കാരനെ ആത്മീയവൽക്കരിച്ച് അതിലൂടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധാരണക്കാരനെ പരിശീലിപ്പിക്കുക. അതിലൂടെ പുരോഹിതന്മാർക്ക് കിട്ടുന്ന നേട്ടം എന്താ? ഈ സാധാരണക്കാരൻ്റെ വിവരക്കേടിലൂടെ ആത്മീയ ബന്ധത്തിന് വേണ്ടി അവർ സ്വീകരിച്ചിരിക്കുന്ന മരിച്ചവർക്ക് ചെയ്യുന്ന സംഭാവനകൾ പുരോഹിതന്മാരുടെ കീശയിലെത്തും. വല്ലാഹി അത് മാത്രമാണ് ലക്ഷ്യം, വേറെന്താണ് ലക്ഷ്യം? തുടക്കം ഞാനത് ഇന്നലെ എങ്ങാനും സംഭവിച്ചൊരു സംഭവത്തെ ഏച്ചൻകുട്ടി പറയുകയല്ലല്ലോ. ചരിത്രം
അൽ ഇൻസാന്റെ ചരിത്രം തന്നെ അതാണ്. അൽ ഇൻസാന്റെ ചരിത്രം തന്നെ അതാണ്. മതങ്ങൾ എന്ന് പറഞ്ഞാൽ മതങ്ങൾ ഉണ്ടാകുന്നത്, ഓരോ കാലഘട്ടത്തിലും മതങ്ങൾ ഉണ്ടാകുന്നത് അടിസ്ഥാനപരമായി പ്രമാണബദ്ധിതമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രവാചകൻ മരണപ്പെടുമ്പോൾ പ്രമാണബന്ധിതമായ ജീവിതത്തിന് പോറലേൽക്കുകയും പുരോഹിതന്മാർ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്നിക്കൽ സമ്പാദിക്കാൻ അല്ലെങ്കിൽ രാജ്യം ഭരിക്കാൻ സാധാരണക്കാരനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മെനക്കെട്ടപ്പോൾ ആ സാധാരണക്കാരൻ പുരോഹിതന്മാർക്ക് വഴിപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിന് വഴിപ്പെടണമെങ്കിൽ ആത്മീയമായ ഒരു ആത്മീയമായൊരു ബന്ധനം, ഒരു ചാട്ട ആവശ്യമാണ്, ഒരു കടിഞ്ഞാൺ. ആ ആത്മീയമായ കടിഞ്ഞാണിന് വേണ്ടിയിട്ടാണ് മരിച്ചുപോയ മഹത്തുക്കളെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും നിലവിൽ വന്ന മുർസലീങ്ങളുടെ റിസാലത്തനുസരിച്ച് പ്രമാണമനുസരിച്ച് ജീവിച്ചവർ ആ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ച് പാരമ്പര്യത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരു മീഡിയയാണ് മതങ്ങൾ. അതുകൊണ്ട് മതം എന്ന് പറഞ്ഞിട്ട് എല്ലാ മതവും ശരിയാണ്, എല്ലാ മതത്തിലും തത്വങ്ങളുണ്ട്, എല്ലാ മതത്തിലും ഇല്ല, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമേ മോമിനീങ്ങളെ സംബന്ധിച്ചോളം ഇല്ല. മോമിനീങ്ങളെ സംബന്ധിച്ചോളം ഒറ്റ ദീനേ ഉള്ളൂ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം അല്ലാത്ത മറ്റ് പ്രമാണങ്ങൾ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാം അല്ലാത്ത ഏത് പ്രമാണമായാലും ശരി, അത് എത്രത്തോളം ഖുർആനും സുന്നത്തുമായി യോജിക്കുന്നുണ്ടെങ്കിലും ശരി, അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് അംഗീകരിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന ഒരാൾ ഇഞ്ചീലനുസരിച്ച് നിസ്കരിക്കുന്നു നോക്ക്, അല്ലെങ്കിൽ തൗറാത്ത് അനുസരിച്ച് ഒരാൾ നിസ്കരിക്കുന്നു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിന് നിസ്കാരം നിർബന്ധമാണല്ലോ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിന് നിസ്കാരം നിർബന്ധമാണല്ലോ. ഒരാൾ തൗറാത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് നിസ്കരിക്കുന്നത് വെച്ചോളൂ, വല്ലാഹി അത് നിസ്കാരമായി കാണുകയില്ല. എന്താ കാര്യം? പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും അനുസരിച്ച് നിസ്കരിക്കെങ്കിൽ അത് നിസ്കാരമാവുള്ളൂ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, അയാൾ നിസ്കരിച്ചത് ഇസ്ലാം അല്ലാത്ത ഒരു ദീനിനെ പരിഗണിച്ചുകൊണ്ടാണ്. അത് ഫലം യുഖ്ബല മിൻഹു, അത് സ്വീകരിക്കൂല എന്ന് അള്ളാഹ് പറഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി നമ്മൾ ഗവേഷണം ചെയ്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നഷ്ടം. നിസ്കരിച്ചിട്ട് നരകത്തിലേക്ക് പോകും. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. എന്തുകൊണ്ടാണ് നിസ്കരിച്ചിട്ട് നരകത്തിലേക്ക് പോയത്? ആ നിസ്കാരം പ്രമാണബന്ധിതമല്ല. പ്രമാണബന്ധിതമാകണമെങ്കിൽ മാ ഖാലല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ്, ആ റസൂല് മുഹമ്മദ് നബി തന്നെ ആയിരിക്കണം, അതിന് മുമ്പുള്ള റസൂലാകാൻ പാടില്ല. എന്തുകൊണ്ട്? മുഹമ്മദ് ഈ റിസാലത്തോടുകൂടി പൂർവികന്മാരായ മരുമാരുടെ റിസാലത്ത് ദുർബലപ്പെട്ടു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവസാന നാളിൽ വരുന്നത് മുഹമ്മദ് നബിൻ്റെ ഉമ്മത്തായിക്കൊണ്ടാണ്, ഈസാ നബി ആയിക്കൊണ്ടല്ല, മുഹമ്മദ് നബിൻ്റെ ഉമ്മത്തായിക്കൊണ്ട്, മുഹമ്മദ് നബിൻ്റെ ഉമ്മത്തിലെ ഒരു വ്യക്തിയായിക്കൊണ്ടാണ് വരുന്നത്. പൂർണ്ണമായും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ അനുസരിച്ചാണ് വരുന്നത്. എനിക്ക് കിട്ടിയ ഇഞ്ചിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഈസാ നബി അഥവാ പറഞ്ഞാൽ അംഗീകരിക്കേണ്ട ഒരു ആവശ്യവും ആ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കില്ല. അഥവാ അംഗീകരിച്ചാൽ അത് സഹിയാകുകയും ഇല്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ഇഞ്ചിലനുസരിച്ച് നിസ്കരിച്ചു, ഇഞ്ചിലനുസരിച്ച് സക്കാത്ത് കൊടുത്തു വെച്ചോളെ. ഒരു കാരണവശാലും ഈസാ നബിയിൽ നിന്ന് അത് സ്വീകരിക്കുന്ന പ്രശ്നമില്ല. കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇഞ്ചിയിലോ ഈസാ നബിൻ്റെ റിസാലത്ത് നുബുവത്തോ നിലവിലില്ല. ഇപ്പോൾ മുഹമ്മദ് നബിൻ്റെ റിസാലത്തും മുഹമ്മദ് നബിൻ്റെ നുബുവത്തുമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈസാ നബിൻ്റെ വില്ലത്തനുസരിച്ച് നിസ്കരിച്ചാലും ഫലൻ യുഖ്ബല മിൻ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാലഘട്ടത്തിൽ മൂസാ ശരീഅത്തനുസരിച്ച് നിസ്കരിച്ചെന്ന് വെച്ചോളിൻ ഫലൻ യുഖ്ബല മിൻഹു, സ്വീകരിക്കുന്ന പ്രശ്നമില്ല. അത്ര കൃത്യമാണ് ഇസ്ലാമിൻ്റെ പ്രമാണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ജീവിച്ച മനുഷ്യന് ആ രീതിയിൽ പ്രമാണങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്താ പറഞ്ഞു കൊടുത്തത്? ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്ന് ഹിദായാത്തുകൾ നിങ്ങൾക്ക് ലഭിച്ചാൽ, നിങ്ങൾക്ക് വല്ലപ്പോഴായി നിങ്ങൾക്ക് എൻ്റെ ഹിദായാത്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ എന്ന നിർദ്ദേശം, അതാണ് ഹിദായാത്തുകൾ എന്ന് പറയുന്നത്. ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഞാൻ തരും. ആ നിർദ്ദേശത്തിനുള്ള ആളായിട്ടാണ് ആദം നബിന് അള്ളാഹു നുബുവത്ത് കൊടുത്തത്. ആദമീയത്തിന് പുറമെ നുബുവത്തും കൂടി ഉണ്ട് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. ഒന്നാമതായി ആദം മനുഷ്യന്റെ പ്രതിനിധിയാണ്, രണ്ടാമതായി ആ മനുഷ്യൻ നുബുവത്തിന്റെ നബിയുമാണ്.
ആ നബിയിലൂടെയാണ് അല്ലാഹു തആല സംസാരിക്കുന്നത്. ഫമൻ തബിഅ ഹുദായ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾ ഉറങ്ങുന്നത്, നിങ്ങൾ വെള്ളം കുടിക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം ഫോളോ ചെയ്തുകൊണ്ടാണ് എങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ദുനിയാവിൽ പേടിക്കേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, ആഖിറത്തിൽ ദുഃഖിക്കേണ്ടതുമില്ല. ഖൗഫ് ദുനിയാവിൽ, ഹുസ്ന് ആഖിറത്തിൽ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിട്ട് അല്ലാഹു തആല ഒപ്പം തന്നെ പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞത്, ആദർശത്തിൻ്റെ രണ്ട് വഴികൾ. ഒന്ന് ഹിദായത്തിൻ്റെ വഴിയാണ്, മറ്റേത് ലലാലത്തിൻ്റെ വഴിയാണ്. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ തർത്തീബാണ്. ഹിദായത്തിൻ്റെ വഴിയെ പറ്റിയാണ് ഇപ്പം പറഞ്ഞത്. ഉടൻ തന്നെ ലലാലത്തിൻ്റെ വഴിയെ പറ്റി പറഞ്ഞു. എന്താണത്? വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ. എങ്ങനെ ജീവിക്കണം, എന്തിന് ജീവിക്കണം എന്ന നിർദ്ദേശം എൻ്റെ അടുത്തുനിന്ന് കിട്ടുമ്പോൾ ആ നിർദ്ദേശത്തെ നിഷേധിക്കുകയോ വകദ്ദബൂ, ആ നിർദ്ദേശത്തെ കളവാക്കുകയോ ചെയ്താൽ ഉലൈക സുഹാബുന്നാർ, കെട്ടുകെട്ടുത്ത ശിക്ഷയുടെ കേന്ദ്രമായ നരകത്തിലായിരിക്കും അവരുടെ അഭയം. ഖാലിദീന വഹും ഫീഹാ ഖാലിദൂൻ, അവിടെ അവർ കാലാകാലം കഴിയേണ്ടി വരും. രണ്ട് നിർദ്ദേശങ്ങൾ. ഇത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. കുറെ കാലം മനുഷ്യനിവിടെ ജീവിച്ചിട്ട് പിന്നെ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ വന്നപ്പോൾ അവരെ ബുദ്ധി അനുസരിച്ച് കൊണ്ടുവന്നതല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനും ഹവ്വാക്കും കൊടുക്കുന്ന നിർദ്ദേശമാണ്. ആ നിർദ്ദേശമാണ് നുബുവത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മക്കളെ അള്ളാഹു ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഭാര്യയും ബാപ്പയും ഉമ്മയും മക്കളുമായിട്ട് ഇങ്ങനെ ജീവിച്ചു വരികയാണ്. അപ്പം മക്കൾക്ക് മക്കൾ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാല അവധി പൂർത്തിയായി, മരിച്ചു, ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിൽ അള്ളാഹു വേണ്ടുക വെച്ച സ്ഥലത്ത് കബറടക്കി. മക്കൾ വളർന്നു വരികയാണ്, ഒരു ഇടവേള വരികയാണ്, ഒരു ശൂന്യത വരികയാണ്. തർബിയത്തിന് ഇപ്പോൾ മുറബിയില്ല, നബി മരിച്ചു. സ്വാഭാവികമായിട്ടും ആ ശൂന്യതയിൽ ശൈത്താൻ പ്രവേശിക്കും. അപ്പോഴാണ് ലലാലത്തിൻ്റെ ജോലി ആദ്യമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ലലാലത്തിൻ്റെ ജോലി ഞാൻ നേരത്തെ പറഞ്ഞ അസാസീൽ എന്ന ഇബിലീസ് ലലാലത്തിൻ്റെ വഴികേടിൻ്റെ ജോലി ആരംഭിക്കുന്നത് അപ്പോഴാണ്. വഴികേടിൻ്റെ ജോലി ആരംഭിക്കുന്നതിന് ഇബിലീസിന് കൊടുത്ത ആദ്യത്തെ ആയുധം എന്താണ്? ആദ്യത്തെ ആയുധം എന്താണ്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഖബറാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കൾ 21 മക്കൾ, അവർക്കുള്ള കുട്ടികൾ, പേരക്കുട്ടികൾ, വേറെ പുറത്തുനിന്ന് വന്നവരാരുമില്ല. ആ മക്കൾക്കും പേരക്കുട്ടികൾക്കും അവരെ മക്കൾക്കും ഇടയ്ക്ക് നുബുവത്തിൻ്റെ വക്താവായ നബി ഇല്ലാതെ വന്നപ്പോൾ ഉണ്ടായ ശൂന്യതയിൽ ശൈത്താൻ പ്രവേശിച്ചു. എന്നിട്ട് ശൈത്താൻ അവരെ ലലാലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വസ്തു എന്താണ്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഖബറാണ്. അല്ലെങ്കിൽ പിന്നെന്താണ്? അത് ഈ കൂട്ടർ പറയണം. ഈ ഖബറ് പറയുമ്പോൾ അങ്ങ് പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ല. മരിച്ചുപോയ മഹാന്മാരുടെ ഖബറാണ് ശൈത്താന്റെ കയ്യിൽ ആദ്യമായിട്ട് ലലാലത്തിനും ശിർക്കിനും അള്ളാഹു തആല കൊടുത്ത ആയുധം. അള്ളാഹു കൊടുത്ത ആയുധത്തെ ന്യായീകരിച്ചിട്ട് ഇല്ലാണ്ടാക്കാൻ മെനക്കെട്ട പുരോഹിതന്മാർക്ക് ജയിക്കാൻ കഴിയില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഖബറ് കാണിച്ചുകൊണ്ട് ശൈത്താൻ ആദ്യമായി ആദമിൻ്റെ പേരക്കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഇത് നിങ്ങളുടെ ഉപ്പുപ്പ ആദമിൻ്റെ ഖബറാണ്. ഇതിൻ്റെ ഉള്ളിൽ ആദം കിടക്കുന്നുണ്ട്. ആ ആദം ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ആകാശത്തിൽ നിർമ്മിക്കപ്പെട്ട വ്യക്തിയാണ്. അള്ളാഹു നേരിട്ട് സംസാരിച്ച വ്യക്തിയാണ്. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഇൽമു പഠിച്ച മഹാനാണ്. അള്ളാഹു സ്വർഗത്തിൽ പാർപ്പിച്ച മഹാനാണ്. അള്ളാഹു സ്വർഗത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഇത്ര ഉന്നത പദവിയിലുള്ള ആദമാണ് ഈ ഖബറിൽ കിടക്കുന്നത്. നിങ്ങൾ ആരും ആ സ്ഥാനത്തെത്തുകയില്ല. ആ മഹാനെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് എന്ത് നേടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വല്ലത്, അള്ളാഹനെ നിഷേധിക്കണമെന്നോ അള്ളാഹ് ഇല്ല എന്നോ അള്ളാഹ്ക്ക് കഴിയില്ല എന്നോ ഇതൊന്നും ശൈത്താൻ മക്കളോട് ഉപദേശിച്ചിട്ടില്ല. ശൈത്താൻ ഉപദേശിക്കുന്നത്
അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും കിട്ടണമെങ്കിൽ, നിങ്ങളെ ആഗ്രഹങ്ങൾ പൂർത്തിയാകണമെങ്കിൽ, നിങ്ങളുടെ രോഗങ്ങൾ മാറണമെങ്കിൽ, നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഈ ആദമിനെ വെച്ചുകൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആദമിനോട് ഇസ്തിഗാസ ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കണം കാര്യങ്ങൾ അല്ലേ? അല്ലെങ്കിൽ പിന്നെ ശിർക്കിൻ്റെയും കുഫറിൻ്റെയും വഴി ആ ശൈത്താൻ തുടങ്ങിയത് പിന്നെ ഏത് രീതിയിലാണ്? വേറെ എന്തെങ്കിലും മതം ഉണ്ടാക്കി കൊടുത്തിട്ടാണോ? വേറെ അല്ലെങ്കിൽ ഒരു ചർച്ചോ അല്ലെങ്കിൽ ഒരു അമ്പലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടാണോ ശൈത്താൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കളെയും പേരക്കുട്ടികളെയും ദലാലത്തിലേക്ക് ക്ഷണിച്ചത്? ഖബർ കാണിച്ചു കൊടുത്തിട്ടല്ലേ? ചരിത്രത്തിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? രേഖ അനുസരിച്ച് വേറെ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ശിർക്കിൻ്റെ ഉദ്ഘാടന കർമ്മം ശൈത്താൻ തുടങ്ങിയത് മഹാന്മാരുടെ ഖബർ വെച്ചിട്ടാണ് എന്നതിനേക്കാൾ അല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉപാധികൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. എന്തിനൊരു തുടക്കം വേണമല്ലോ. അവസാനത്തെ പ്രവാചകന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ വിലയിരുത്തേണ്ടത് വിഷയങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തിലാണ് ഷീസ് എന്ന് പറയുന്ന ആദമിൻ്റെ 21ാമത്തെ മോന് നുവ്വത്ത് കൊടുക്കുന്നത്. ഇപ്പൊ 2ാമത്തെ നബി വന്നു. ഷീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന് നുവ്വത്ത് കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം ചെയ്ത ജോലി ഷീസിനോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഷീസ് വളരെ കൃത്യമായി മക്കൾക്കിടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. മക്കളെ വിളിച്ചുകൂട്ടി ഇരുത്തിയതാ അപകടമാണ് കേട്ടോ, നിങ്ങൾ ഉപ്പുപ്പാന്റെ പേരും പറഞ്ഞിട്ട് ഖബറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ ഈമാൻ ബാത്തിലാക്കണ്ട. അല്ലാഹു തആല കുഫറിന് വേണ്ടി വെച്ചിരിക്കുന്നതാണത്. ഷൈത്താൻ പിഴപ്പിക്കുന്നവനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ ഉപ്പുപ്പാട് പറഞ്ഞിട്ടുണ്ട്. യാ ബനി ആദമ ലാ യഫ്തിനന്നകും ശൈത്താൻ കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന. ഓ ആദമിൻ്റെ മക്കളെ, മനുഷ്യരെ, നിങ്ങളെ ശൈത്താൻ കുഴപ്പത്തിലാക്കാതെ നോയിക്കൊള്ളണം. ബാപ്പാനെയും ഉമ്മാനെയും സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു വിട്ടതുപോലെ കബാ അഖ്റജ അബവൈക്കും, ശൈത്താൻ നിങ്ങളെ മാതാവിനെയും പിതാവിനെയും പുറത്താക്കിയതുപോലെ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന്. ഖുർആനല്ലേ? പരിശുദ്ധ ഖുർആന് പിന്നെ വേറെ വ്യാഖ്യാനൊന്നും ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഉമ്മാനെയും ഉപ്പാനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെയും കുഴപ്പത്തിലാക്കാതെ നോയിക്കൊള്ളണം കേട്ടോന്ന് അല്ലാഹു തആല നേരത്തെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷീസ് അലൈഹിസ്സലാത്തു വസ്സലാം ആ നിർദ്ദേശമാണ് ജ്യേഷ്ഠാനുജന്മാർക്കും പേരക്കുട്ടികൾക്കും കൊടുക്കുന്നത്. ആ തലമുറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. ജാറത്തിലെത്താതെ, ഖബറിലെത്താതെ, മഖാമിലെത്താതെ, അൽ ഫാത്തിഹയിലെത്താതെ ആ സമൂഹത്തെ അല്ലാഹു തആല സംരക്ഷിച്ചു. ഇതല്ലേ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുന്നത് വരെയും ഒരു പ്രശ്നവുമില്ല. ഒരു ഖബറിൻ്റെ അടുത്തും ആരും എത്തിയിട്ടില്ല. ആദമിൻ്റെ ഖബർ വെച്ചുകൊണ്ട് ഇലാഹദ്റത്തി പറഞ്ഞിട്ട് കാര്യങ്ങൾ നേടാൻ ആരും മെനക്കെട്ടിട്ടുമില്ല. ഷീസ് അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി. ഷീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖബറടക്കി. ഷൈത്താൻ 2ാമത്തെ ജോലി ആരംഭിച്ചത് 2ാമത്തെ ഖബർ വെച്ചുകൊണ്ടാണ്. ഷീസ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഖബർ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഷീസിനെ, ഉപ്പുപ്പ ആദമിനെ നിങ്ങൾ പരിഗണിച്ചില്ല. ആ ആദമിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ കൊച്ചുപ്പ അല്ലെങ്കിൽ നിങ്ങളെ വല്യുപ്പ ഷീസാണ് ആ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം മരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ നേടാൻ വേണ്ടി മെനക്കെടണം. ഷീസ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മരണത്തിന് ശേഷമുള്ള ഗ്യാപ്പിലാണ് ശൈത്താൻ കയറുന്നതെന്ന് മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത് നമ്മൾ 2 വഴികളാണ്. ചരിത്രത്തിൽ നമുക്ക് കാണുന്നത് 2 വഴികളാണ്. ഒന്ന് പ്രമാണബന്ധിതമായ ആദർശ ജീവിതം, 2 പാരമ്പര്യത്തിൻ്റെ ലലാലത്തിൻ്റെ ജീവിതം, വഴിപിഴച്ച ജീവിതം. വഴിപിഴച്ച ജീവിതത്തിന് പ്രമാണം പാരമ്പര്യമാണ്. ആദർശത്തിന് പ്രമാണം അള്ളാഹുവിൻ്റെ വഹിയും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പറയുന്ന വിഷയങ്ങളും ആണ്. ഷീസ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മരണത്തിന് ശേഷമുള്ള ഗ്യാപ്പിൽ ശൈത്താൻ പ്രവേശിച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുത്തത് എന്താ? ഏതെങ്കിലും ഒരു ദൈവത്തെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയാണോ ചെയ്തത്? ഇതിനെ പൂജിച്ചോ എന്ന് പറഞ്ഞിട്ട്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണോ ചെയ്തത്? ഒന്നുമല്ലല്ലോ. ശൈത്താൻ ഷീസ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഖബർ കാണിച്ചു കൊടുത്തിട്ടാണ് ജോലി തുടങ്ങിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷീസിൻ്റെ പേരക്കുട്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട ഇദ്രീസ് എന്ന പ്രവാചകന് നുബുവത്ത് നൽകി. ഇതല്ലേ 3ാമത്തെ നബി ഇദ്രീസ്.
പരിശുദ്ധ ഖുർആനിൽ ഇദ്രീസ് നബിയെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ. റഫഅനാഹു മക്കാനൻ അലിയ, സിദ്ദീഖാണ് അദ്ദേഹം, നബിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. ഇതിനെ സംബന്ധിച്ച് ഉലമാക്കൾ പല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആകാശത്തിലേക്കാണ് ഉയർത്തിയതെന്നും ആകാശത്തിൽ എവിടെയോ ഒരിടത്ത് ജീവിക്കുകയാണെന്നും ആ ആകാശത്തിൽ വെച്ചാണ് ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെടുന്നതെന്നും അങ്ങനെ ഒരുപാട് ബഹുമാനങ്ങൾ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയി. ചരിത്രത്തിൽ അഷ്റഫുൽ ഖൽഖിന്റെ ജീവിതവുമായി ബന്ധപ്പെടാൻ സാധ്യതയുള്ള ചരിത്രകാരന്മാരെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അംബിയാ മുർസലീങ്ങളുടെ സ്ഥാനത്തിനനുസരിച്ചല്ല പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഒന്നാമത്തെ ആകാശത്തിൽ കണ്ടത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. ജിബ്രീൽ അഷ്റഫുൽ ഖൽഖിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് നിങ്ങളുടെ ബാപ്പയാണ്, സലാം പറ. അഷ്റഫുൽ ഖൽഖ് സലാം പറഞ്ഞു. അപ്പൊ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മർഹബൻ ബിബിനി സ്വാലിഹ്, മർഹബൻ ബിൻ നബി സ്വാലിഹ്. എൻ്റെ ഏറ്റവും നല്ല മോൻ, അതേപോലെ ഏറ്റവും നല്ല പ്രവാചകനായ മുഹമ്മദിന് സ്വാഗതം. എന്തായിരിക്കും രംഗം ആലോചിച്ച് നോക്കിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സകല വിഷയങ്ങളും സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട പ്രവാചകനാണ് എന്ന് അഷ്റഫുൽ ഖൽഖിന് ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടാമത്തെ ആകാശത്തിലെത്തിയപ്പോൾ കണ്ടതാരെയാണ്? രണ്ടാമത്തെ ആകാശത്തിലെത്തിയപ്പോൾ കണ്ടത് ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമിനെയുമാണ്. ആ രണ്ട് പ്രവാചകന്മാരുടെ ജീവിതവുമായിട്ട് അഷ്റഫുൽ ഖൽഖിന്റെ ജീവിതത്തിന് ഇപ്പോൾ ബന്ധമുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ മെനക്കെട്ടു. ഹാറൂൻ നബി യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ കൊല്ലുകയും ചെയ്തു. ആ സമൂഹം കൊല്ലപ്പെട്ട യഹ്യയെയും കൊലമരത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഈസായെയും വഴിയിൽ വെച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്ന അഷ്റഫുൽ ഖൽഖിന് എന്തിനെന്നറിയുമോ? ഖുറൈശി കൂട്ടത്തിന്റെ ജോലി ഇതൊക്കെയാണ് എന്ന്, അതുകൊണ്ട് ധൈര്യമായിട്ട് നിന്നോളണം എന്ന് കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയും. വെറുതെ കഥ പറഞ്ഞു പോവുകയല്ല, അതൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. ഈ പ്രവാചകന്മാരെയൊക്കെ വഴിയിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്നതിന്റെ പിറകില്. മൂന്നാമത്തെ ആകാശത്തിൽ കണ്ടത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. എന്താ കാര്യം? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവവും അഷ്റഫുൽ ഖൽഖിന്റെ സംഭവവും താരതമ്യമുണ്ട് അല്ലേ? മൂന്നാമത്തെ ആകാശത്തിൽ വെച്ച് യൂസുഫ് നബി അല്ലേ? ആകാശം മാറുന്നുണ്ടോ? ശ്രദ്ധിക്കണം. കുഴപ്പമില്ല, ആള് മാറാതിരുന്നാ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് സൂറത്ത് ഇറക്കിയതിന് എന്തിനു വേണ്ടിയിട്ടാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു ദുനിയാവിൽ. ബാപ്പ നേരത്തെ മരിച്ചു, ഉമ്മ പിന്നെ മരിച്ചു, അബ്ദുൽ മുത്തലിബ് മരിച്ചു, അബൂ താലിബും മരിച്ചു, ഖദീജയും മരിച്ചു. മുഖത്ത് നോക്കി ചിരിക്കാൻ ഒരാളില്ല, എന്താ മോനെ എന്ന് ചോദിക്കാൻ ഒരാളില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വിടാൻ തീരുമാനിച്ചു. മക്ക മുക്കറമയിൽ നിന്ന് തായിഫിലേക്ക് നാട് വിട്ടു. അവിടെയാണെങ്കിൽ അതിനേക്കാൾ വലിയ ക്രൂരമായ പീഡനമാണ് അനുഭവിക്കേണ്ടി വന്നത്. അതും കഴിഞ്ഞ് അഷ്റഫുൽ ഖൽഖ് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴേക്കും മക്കയിൽ പ്രവേശിക്കാൻ പറ്റൂല. കാരണം മക്ക വിട്ടിട്ട് പോയ ഒരാള് മക്കയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ സമയത്ത് നിലവിലുള്ള ഏതെങ്കിലും ഗോത്രം ആ വ്യക്തിയെ ഏറ്റെടുക്കണം. ഏതെങ്കിലും ഗോത്രത്തിൻ്റെ തലവൻ സംരക്ഷണം കൊടുക്കണം, അമ്ന് കൊടുക്കണം, വിസ കൊടുക്കണം എന്നർത്ഥം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. തായിഫിലേക്ക് പോയി അഷ്റഫുൽ ഖൽഖും സെയ്ദ് ബിൻ ഹാരിസായും പോറ്റുമോൻ. അഷ്റഫുൽ ഖൽഖും സെയ്ദ് ബിൻ ഹാരിസായും തിരിച്ച് മക്കയിലെത്തുമ്പോഴേക്കും മക്കയിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. എവിടത്തേക്കാ പോവുക? ഉപ്പാൻ്റെ കുടുംബമുണ്ടോ? ഉമ്മാൻ്റെ കുടുംബമുണ്ടോ? പെങ്ങന്മാരാരെങ്കിലും ഉണ്ടോ? ജ്യേഷ്ഠാഞ്ചന്മാരാരെങ്കിലും ഉണ്ടോ? എന്താ കൂട്ടരെ ചിന്തിക്കാത്തത്? എന്താ ചിന്തിക്കാത്തത്? ബാത്തിൻ്റെ ശക്തികൾക്ക് റസൂലുള്ളാഹിനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് തിന്നു കുടിച്ച് മതിക്കാം. ഒരു ദായിക്കത് പറ്റൂല, ഒരു മുവഹിദിന് അത് പറ്റൂല.
മുവഹിദ് അഷ്റഫുൽ ഖൽക്കിൻ്റെ തീക്ഷ്ണമായ തീജ്വാലയുണ്ടാകുന്ന വഴിയിലൂടെ നടന്നു വരണം. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിനാണ് അഷ്റഫുൽ റസൂലുള്ളാഹിക്ക് മാത്രം ബാധകമായ വിഷയങ്ങൾ മാത്രമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയാം, മെഹറാജിന് പോകുന്ന സമയത്ത് ബുറാഖ് എന്ന മൃഗത്തിൻ്റെ ഭർത്താവായത് അത് റസൂലുള്ളാഹി തങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഖാസായ വിഷയങ്ങളാണ്. അഷ്റഫുൽ ഖൽക്കിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, വ്യക്തിപരമായ ആദരവാണ്. അതേ സന്ദർഭത്തിൽ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ ആ ബുറാഖ് എവിടെ പോയി? എന്താ അള്ളാന്റെ ഖജനാവിൽ, അള്ളാന്റെ ഗോഡൗണിൽ ഇപ്പം ബുറാഖില്ലേ? അള്ളാഹ്ക്ക് ബുറാഖിനെ സൃഷ്ടിക്കാൻ കഴിയില്ലാതെ പോയോ? എവിടെ പോയി ബുറാഖ്? എന്തേ കൊടുത്തില്ല മദീനയിലേക്ക്? അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒട്ടകപ്പുറത്ത് കൂട്ടുകാരനെയും കൂട്ടിയിട്ട് യാത്ര ചെയ്തിട്ട് 14-ാമത്തെ ദിവസമല്ലേ മദീനത്തേക്ക് എത്തുന്നത്. ഏതൊരു പടിജാഹിലായാലും സാദാ സീതാ യാത്രക്ക് 10 ദിവസമല്ലേ വേണ്ടുള്ളൂ മക്കത്തുനിന്ന് മദീനത്തേക്ക്. അഷ്റഫുൽ ഖൽക്ക് 14 ദിവസം എടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത് വ്യക്തിപരമായ കാര്യമല്ല, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട ദഅവത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട പരിശീലനമാണ് കൊടുക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾക്ക്. ആ പരിശീലനം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവണം. ആ പരിശീലനം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ദാഇയ എന്ന് പറഞ്ഞ് സുഖിച്ച് ജീവിച്ച സംഗതി നടക്കൂല. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത തർബിയത്ത് ദായികൾക്ക് ബാധകമാണ്. അത് മുവഹിദുകൾക്ക് ബാധകമാണ്. മുശ്രിക്കീങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ജാറങ്ങളെ വെച്ചുകൊണ്ട് തിന്നുന്നവർക്ക്, ജാറങ്ങളെ വെച്ചുകൊണ്ട് ശിർക്കിന്റെ പണിയെടുക്കുന്നവർക്ക് ബാധകമല്ല. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, ജാറങ്ങളെ വെച്ച് ജീവിക്കുന്നവരും ജാറത്തിലുള്ളവരെ വെച്ച് ജീവിക്കുന്നവരും അവർ കൊടിയ മുശ്രിക്കീങ്ങളാണ്. അവർ കഴിക്കുന്ന ഭക്ഷണം ശിർക്കിന്റെ ഭക്ഷണമാണ്. അവർ സമൂഹത്തെ വിളിക്കുന്നത് ശിർക്കിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽക്കിന് ബുറാഖ് എന്ന മൃഗം അല്ലാഹു തആലക്ക് കൊടുക്കാമായിരുന്നു. മക്കത്തുനിന്ന് മദീനത്ത് എത്തിക്കലാണ് ലക്ഷ്യമെങ്കിൽ അല്ല, മദീനത്ത് എത്തിക്കലല്ല ലക്ഷ്യം. കാരണം ഇനി കുറച്ച് കൊല്ലങ്ങൾ ഭൂമിയിൽ ജീവിക്കേണ്ടതുകൊണ്ട് ഈ ദീൻ പൂർത്തിയാവണം. അതിന് അത്യാവശ്യം പരിശീലനം ആവശ്യമാണ്. ആ പരിശീലനത്തിനാണ് അല്ലാഹു തആല മക്കയിൽ നിന്ന് മദീനയിലേക്ക് അഷ്റഫുൽ ഖൽക്കിനെ അയച്ചത്. ആ തർബിയത്താണ് ഗുഹയിൽ വെച്ച്, സൗർ മലയിലെ ഗുഹയിലും മറ്റൊക്കെ നടന്നത്. ആ തർബിയത്താണ്. റസൂലുള്ളാഹി തങ്ങളെ മെരുക്കിയെടുക്കുകയാണ് അല്ലാഹു തആല. അതേ സന്ദർഭത്തിൽ മെഹറാജിന്റെ യാത്ര അങ്ങനെ ആയിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് തിരിച്ചു വന്നു. അഷ്റഫുൽ ഖൽക്കിന് വേറെ നിവൃത്തിയൊന്നുമില്ല, ആരുമില്ല സ്നേഹിക്കാൻ, സഹായിക്കാൻ. ആരുടെയെങ്കിലും കെയർ ഓഫ് വേണം. ആ കെയർ ഓഫ് മുത്ഇം ഇബ്നു അദി എന്ന് പറയുന്ന ഒരു ഖുറൈശി പ്രമാണിയാണ് അഷ്റഫുൽ ഖൽക്കിന് വിസ കൊടുക്കുന്നത്, അമ്ന് കൊടുക്കുന്നത്, സംരക്ഷണം കൊടുക്കുന്നത്. മുത്ഇം ഇബ്നു അദി സ്വന്തം മക്കളെയും കൂട്ടി മറ്റ് പലരിടത്തും റസൂലുള്ളാഹി തങ്ങൾ പോയിരുന്നു അഭയത്തിന് വേണ്ടിയിട്ട്. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മുഇസ്സത്ത് കൊണ്ട് നടക്കുകയൊന്നല്ല ചെയ്തത്. റസൂലുള്ളാഹി തങ്ങളെ നെല്ലട് മുള്ളട് അങ്ങനെ കല്ലട് മുള്ളട് എന്ന രീതിയിൽ അല്ലാഹു തആല പരിശീലിപ്പിച്ചു കൊണ്ടുവരികയാണ്. അത് ലോകാവസാനം വരെ നിലനിൽക്കേണ്ട പരിശീലനമാണ്. ദായികൾ ഇത് മനസ്സിലാക്കണം. തൗഹീദിന്റെ പ്രബോധകന്മാർ ഇത് മനസ്സിലാക്കണം. തൗഹീദിന്റെ പ്രബോധകന്മാർക്ക് മാർഗദർശനം മുഹമ്മദുർ റസൂലുള്ളയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭൗതികമായ ശേഷി ഉപയോഗിച്ച് അങ്ങ് നഷ്ടപ്പെടുകയല്ല ചെയ്തത്. ഭൗതികമായ സകല കഷ്ടപ്പാടുകളുടെയും സകല ബുദ്ധിമുട്ടുകളുടെയും തീക്കനൽ ചവിട്ടിയിട്ടാണ് മുന്നോട്ട് വരുന്നത്. അതൊന്നും നമുക്ക് ബാധകമല്ല. നമുക്ക് റസൂലുള്ളാഹി തങ്ങളെ ആ ജോലിയെല്ലാം പൂർത്തിയാക്കി, ദീൻ പൂർത്തിയാക്കി തന്നല്ലോ. ഇനി ആ ദീൻ വിറ്റിട്ടുണ്ട് ജീവിക്കുക എന്നല്ലാതെ വേറെ അതിലും പറഞ്ഞിട്ട് എന്താ കാര്യം? അത് മുശ്രിക്കുകൾക്ക് പറ്റും, ജാറക്കാർക്ക് പറ്റും, കൊടിയ കാഫിരികൾക്ക് പറ്റും, കൊടിയ മുശ്രിക്കീങ്ങൾക്ക് പറ്റും, ദാഹികൾക്ക് പറ്റൂല, മുവഹിദുകൾക്ക് പറ്റൂല, മുഅ്മിനീങ്ങൾക്ക് പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലരിടത്തേക്കും പോയിരുന്നു അഭയത്തിന് വേണ്ടിയിട്ട്. പലരും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. കാരണം ഖുറൈശി കൂട്ടം അത്രമാത്രം പകയും വെച്ചിരിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അവസാനം മുത്ഇം ഇബ്നു അദി എന്ന് പറയുന്ന ഖുറൈശി പ്രമാണി അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സെയ്ദ് ഇബ്നു ഹാരിസക്കും അഭയം കൊടുത്തു. ജുബൈർ ഇബ്നു മുത്ഇം, ആ സഹാബിയുടെ ബാപ്പയാണ് മുത്ഇം ഇബ്നു അദി ഇസ്ലാമിലേക്ക് വരുന്നില്ല. അദ്ദേഹം പാരമ്പര്യത്തിലാണ് മരിച്ചത്.
അദ്ദേഹത്തിൻ്റെ മകൻ പ്രസിദ്ധമാണ്, ജുബൈർ ബിൻ മുത്തഈം, പ്രസിദ്ധനായ ഒരു സഹാബിയാണ്. ജുബൈർ ബിൻ മുത്തഈം ബിൻ അദീ റസൂലുള്ളാഹി തങ്ങൾക്ക് അഭയം കൊടുത്ത വിവരം കഅബാലയത്തിന്റെ അടുത്ത് പോയി നിന്നിട്ട് ജനങ്ങളെല്ലാം ഖുറൈശികളെല്ലാം വിളിച്ചുകൂട്ടി, യാഹിര ഖുറൈശ്, ഓ ഖുറൈശികളെ, ഞാൻ മുഹമ്മദിന് അഭയം കൊടുത്തിരിക്കുന്നു, മുഹമ്മദ് എൻ്റെ കസ്റ്റഡിയിലാണ് ഇനി മുതൽ. ഖുറൈശികളെ ശീലം എന്താണ്? ഏതൊക്കെ ഒരു ഗോത്രക്കാർക്ക് അഭയം കൊടുത്താൽ പിന്നെ അവരൊന്നും ചെയ്യാൻ പാടില്ല. ഭയങ്കര നിയമങ്ങളാണ്. ഖുറൈശി ഗോത്രക്കാരുടെ കഥ കേട്ടാൽ ഞെട്ടിപ്പോവും. ഈ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിനും ആ ഒരു പാരമ്പര്യത്തിൽ എത്താൻ കഴിയില്ല. കാരണം അവരെല്ലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിലും ശരീഅത്തിലും ഇസ്മായിലി പാരമ്പര്യത്തിലും ജീവിക്കുകയാണ്. എന്നിട്ട് അവരെയാണ് ഇവിടുത്തെ മറ്റു മതക്കാരെ പോലെ ആക്കിയിട്ട് ഇവിടുത്തെ ഷിയാക്കള്, ഷീഈ പുരോഹിതന്മാര് ജാറത്തെ മുഅ്മിനീങ്ങളെ വകയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. മുത്ഇം ഇബ്നു അദീ അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞു, സെയ്ദ് ബിൻ ഹാരിസയോടും, നിങ്ങൾ പോയിട്ട് തവാഫ് ചെയ്തിട്ട് വാ. കാരണം ഖുറൈശികൾ മുസ്ലിമീങ്ങളാണ്, പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. അവർ അഅമാലുകളിലൊന്നും പോറലില്ല. അവർ എവിടുന്ന് ഏത് നാട്ടിൽ നിന്ന് വന്നാലും ആദ്യം കഅബത്തിൽ പോയി തവാഫ് ചെയ്തിട്ടാണ് അവർ വീട്ടിലേക്ക് പോവുക. കച്ചവടം കഴിഞ്ഞിട്ട് വന്നാലും യാത്ര കഴിഞ്ഞിട്ട് വന്നാലും അവർ കഅബത്തിൽ പോയി തവാഫ് ചെയ്യും. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്തും ശരീഅത്തുമാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്താണ്. മുത്ഇം ഇബ്നു അദീ പറഞ്ഞ ഈ ചരിത്രം അതിന് സാക്ഷിയാണ്. മുത്ഇം ഇബ്നു അദീ വേറെ ഏതോ മതക്കാരനാണെങ്കിൽ ഈ രീതിയിൽ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഖുറൈശികളുടെ സ്വഭാവവും ശീലവുമാണ് പറയുന്നത്. അവർ മുസ്ലിമീങ്ങളാണ്, അഅമാലുകളുടെ വിഷയത്തിൽ പാരമ്പര്യക്കാരാണ്. പ്രമാണങ്ങൾ വെച്ചുകൊണ്ടല്ല, പാരമ്പര്യത്തെ വെച്ചുകൊണ്ടാണ് അമലുകൾ അവർ ചെയ്യുന്നത്. വർത്തമാന കാലഘട്ടത്തിലെ ഷീഈ സമൂഹം പാരമ്പര്യം വെച്ചുകൊണ്ട് അമൽ ചെയ്യുന്നത് പോലെ. അതുകൊണ്ടാണ് നാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, മഹല്ല് ജമാഅത്തുകൾ പാരമ്പര്യത്തെ വിട്ട് പ്രമാണബന്ധിതമാകണം. പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽക്ക് തന്നെ പ്രമാണങ്ങളെ വെച്ചുകൊണ്ട് മഹല്ല് ജമാഅത്ത് മുന്നോട്ട് പോവുകയാണ് കേരളത്തില്, മലബാറിൽ പ്രത്യേകിച്ചിട്ട്. ആ മഹല്ല് ജമാഅത്തുകൾ പാരമ്പര്യത്തിന്റെ പിറകിലായപ്പോഴാണ് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതിന് ശേഷം അവര് അനധികൃതമായി മഹല്ലുകൾ കടന്നുകയറ്റം നടത്തി പാരമ്പര്യത്തെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നില്ലേ? അങ്ങനെ ഷാഫി മദ്ഹബിനെ പൂർണ്ണമായും അവഗണിച്ച് സമസ്ത മദ്ഹബ് സ്ഥാപിക്കുകയായിരുന്നില്ലേ മഹല്ല് ജമാഅത്തുകളിൽ? മഹല്ല് ജമാഅത്തുകൾ എങ്ങനെയാണ് സമസ്തയുടെ അധീനതയിലുള്ള മഹല്ല് ജമാഅത്ത് എങ്ങനെയാണ് ഇസ്ലാമിക ജമാഅത്തായി മാറുക? ഭരണഘടനയിൽ എന്താണുള്ളത്? ഓരോ മഹല്ല് ജമാഅത്തിന്റെയും ഭരണഘടനയിൽ എന്താണുള്ളത്? 1835 ബ്രിട്ടീഷ് ഭരണകൂടം പാസ്സാക്കിയെടുത്തൊരു നിയമമുണ്ട്, സൊസൈറ്റി ആക്ട്. ആ സൊസൈറ്റി ആക്ട് അനുസരിച്ചാണ് ഇന്ന് മതസംഘടനകളും മറ്റും രജിസ്റ്റർ ചെയ്യുന്നത്. സൊസൈറ്റി ആക്ട് അനുസരിച്ച് മഹല്ല് ജമാഅത്തിന്റെ ഭരണഘടന സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തതാണ്. ഈ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത മഹല്ല് ജമാഅത്തിന്റെ ഭരണഘടനയിലെ ഒരു വകുപ്പ് എന്താണ്? ഈ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മഹല്ലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ 4/1 മദ്ഹബിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം. എടുത്തു നോക്കിൻ, മഹല്ല് ജമാഅത്തിന്റെ ഭരണഘടന എടുത്തു നോക്കിൻ. 4/1 മദ്ഹബിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം. നാം സ്വീകരിക്കുന്നത് ഷാഫി മദ്ഹബിനെയാണ്. ഈ രീതിയിൽ ഭരണഘടന എഴുതി 4/1 മദ്ഹബ് അനുസരിച്ച് ഭരിക്കപ്പെടേണ്ട മഹല്ല് ജമാഅത്ത് സമസ്ത മദ്ഹബ് അനുസരിച്ച് ഭരിക്കപ്പെടാൻ തുടങ്ങിയത് എപ്പോഴാണ്? സമസ്ത മദ്ഹബിന് ഷാഫി മദ്ഹബുമായിട്ട് എന്താണ് ബന്ധം? അതുകൊണ്ട് തന്നെ നാം കൃത്യമായി പറയുന്നു, മഹല്ല് ജമാഅത്തുകൾ സ്വതന്ത്രമാവണം. മഹല്ല് ജമാഅത്ത് സമസ്തയുടെ അടിമപ്പണിയെടുക്കുന്നവരാകാൻ പാടില്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 രൂപീകൃതമാകുന്നതിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമായി ഇപ്പോഴും സ്റ്റേജിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ സമസ്തന്റെ വലായിൽ. അക്കൂട്ടത്തിൽ തന്നെയുള്ള എതിരാളികൾ പറയുകയല്ലേ, പുത്തൻവാദികൾ കുതുബിയത്ത്, റാത്തീബ്, മൗലൂദ് മുതലായതിനെ ഇല്ലാതാക്കാൻ, അതേപോലെയുള്ള കാര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി മെനക്കെടുന്നു. ആരെ പറ്റിയാണ് പറഞ്ഞത്? 1924 കേരളത്തിൽ ആദ്യമായിട്ട് വന്ന
ഖുർആനും സുന്നത്തും അനുസരിച്ച് വേണം മുസ്ലിമീങ്ങളും മഹല്ല് ജമാഅത്തും നിലനിന്നു പോകാൻ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടനയാണത് കേരള ജമിയത്തുൽ ഉലമ 1924. ഈ കേരള ജമിയത്തുൽ ഉലമ അങ്ങോളം ഇങ്ങോളം ഓടി നിങ്ങൾ മംഗലാപുരം തൊട്ട് ഏതാണ്ട് മലപ്പുറം പാലക്കാട് മാൽപ്പരം വരെ ഭാരതപ്പുഴൻ്റെ അപ്പുറത്ത് അതില്ല. ഭാരതപ്പുഴൻ്റെ അപ്പുറത്ത് അന്ന് പൂർണ്ണമായും ട്രാവങ്കൂറിൻ്റെയും അതേപോലെയുള്ളവരുടെയും മേൽക്കൊയ്മയിലാണ്. പോർച്ചുഗീസുകാരൻ്റെ കീഴിൽ, പോർച്ചുഗീസ് ഭരണകൂടത്തിൻ്റെ കീഴിൽ അടിമകളായി ജീവിക്കുന്ന കാലം ട്രാവങ്കൂർ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങളടക്കം. പക്ഷെ മലബാർ വേറൊരു രീതിയാണെന്ന്. ഈ 1924 രൂപീകൃതമായ കേരള ജമിയത്തുൽ ഉലമയായിരുന്നില്ലേ മഹല്ല് ജമാഅത്തുകളെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്? അവരല്ലേ കേരളത്തിലെ ഓരോ മഹല്ലത്തിലും ചെന്ന് ഖുർആനും സുന്നത്തും അനുസരിച്ച് കാസർഗോഡ് അടക്കം ഖുർആനും സുന്നത്തും അനുസരിച്ച് വേണം മഹല്ല് നിയന്ത്രിക്കപ്പെടാൻ. ഖുർആനിലുള്ളത് ഇന്നതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ മഅന ഇന്നതാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ മഅന ഇന്നതാണ്. ഈ വിഷയത്തിൽ ഇമാമിങ്ങളടക്കം മുഹദ്ദിസീങ്ങളടക്കം പരമ്പരാഗതമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന വിഷയം ഇതാണ് എന്നും പറഞ്ഞ് കേരള ജമിയത്തുൽ ഉലമ പ്രത്യേകിച്ചിട്ട് മലബാർ ജില്ല അന്നത്തെ മലബാർ ജില്ലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലല്ലേ കേരള ജമിയത്തിന്റെ ഉൽമാന്റെ ഉള്ളിൽ നിന്ന് പുഴുക്കുത്തുണ്ടാക്കി ഇവര് പാരമ്പര്യത്തെ എതിർക്കുന്നവരാണ്. ഖുർആനും സുന്നത്തും പറഞ്ഞാൽ പാരമ്പര്യം കാടുകയറും, പാരമ്പര്യമില്ലെങ്കിൽ നമ്മുടെ പോക്ക് അപകടമാണ് എന്നും പറഞ്ഞ് ഈ കേരള ജമിയത്തുൽ ഉലമ മഹല്ല് ജമാഅത്തുകളിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ച കുതുബിയത്ത്, റാത്തീബ്, മൗലൂദ്, അതേപോലെ തന്നെ മന്ത്രവാദം, അതേപോലെ തന്നെ കൂടോത്രം എന്നിത്യാദി കാര്യങ്ങൾ, അത്തരം വിഷയങ്ങൾ മഹല്ല് ജമാഅത്തിൽ നിന്ന് മെല്ലെ മെല്ലെ ഇല്ലാതാക്കാൻ കേരള ജമിയത്തുൽ ഉലമ, ഇനി കേരള ജമിയത്തുൽ ഉലമനെ തിരിയാതെ പോണ്ട, ഇന്നത്തെ KNMന്റെ പണ്ഡിത സംഘടന, അതിൽ നിന്നാണ് KNM ജനിച്ചു വരുന്നത് 1950-കളിൽ. 1924 കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമാകുകയും അവരുടെ പരിശ്രമം വ്യാപിക്കുകയും ആൾക്കാരതിനെ ഏറ്റെടുക്കുകയും പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ കേരള ജമിയത്തുൽ ഉലമാന്റെ കീഴിൽ ഒരു സംഘടന ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു, സാധാരണക്കാർക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട്. അതാണ് ഇന്നത്തെ KJയും ഇന്നത്തെ KNMും. പിന്നെ അത് പെറ്റ് പെരുകി മക്കളും അതിന്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് കുറേ ആയി. അത് വിട്, പേരക്കുട്ടികളെ പറ്റുന്നല്ല ഇപ്പൊ നമ്മൾ നേരെ ചൊവ്വയുള്ള ബാപ്പാനെ പറ്റിയും തള്ളനെ പറ്റിയും തന്തനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരള ജമിയത്തുൽ ഉലമ കേരളത്തിലെ മുഴുവൻ മഹല്ലുകളിലും കയറി ഇറങ്ങി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തുർക്കിയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം നശിച്ചതിന് ശേഷം അവിടെ ബ്രിട്ടീഷുകാരൻ്റെ അല്ലെങ്കിൽ ജൂതനസാറാക്കളുടെ കൈകടത്തലുകളും മുസ്തഫ കമാലിനെ പോലെയുള്ള OBC കൂട്ടത്തിൻ്റെ കയ്യിലേക്ക് ഭരണം വരികയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോയ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ജീവൻ നൽകാൻ വേണ്ടി മഹല്ല് ജമാഅത്തുകളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണെന്ന് വന്നത്. അങ്ങനെയല്ലേ മഹല്ല് ജമാഅത്ത് ഉണ്ടായത്? കേരളത്തിൽ മഹല്ല് ജമാഅത്ത് ഉണ്ടായത് സമസ്ത വന്നതിന് ശേഷമാണോ? സമസ്ത വരുന്നതിന് മുമ്പേ മഹല്ല് ജമാഅത്തില്ലേ കേരളത്തില്? 19-ാം നൂറ്റാണ്ട് മുതൽ തന്നെ മഹല്ല് ജമാഅത്തില്ലേ കേരളത്തില്? അന്നൊക്കെ ഷാഫി മദ്ഹബ് അനുസരിച്ചല്ലേ കേരളത്തിലെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നത്? മുജാഹിദീങ്ങൾ വന്നതിന് ശേഷമാണോ ഖുത്ബ പരിഭാഷ തുടങ്ങിയത്? മുജാഹിദീങ്ങളെ വകയാണോ ഖുത്ബ പരിഭാഷ? കൂട്ടരെ മുജാഹിദീങ്ങൾ 1924 ശേഷം വന്നതല്ലേ? 100-200 കൊല്ലം മുമ്പേ മലബാറിൽ ഖുത്ബ പരിഭാഷ നടക്കുകയല്ലേ? കണ്ണൂർ സിറ്റി ജുമാഅത്ത് പള്ളിയിൽ 200 കൊല്ലം മുമ്പേ ഖുത്ബ പരിഭാഷ നടത്തുകയല്ലേ? അതിന്റെ മേൽക്കോയ്മ ഉള്ളത് ആർക്കാണ്? മദ്ഹബിന്റെ ആൾക്കാർക്കല്ലേ? വഹാബികൾക്കാണോ കണ്ണൂർ സിറ്റി ജുമാഅത്തുകളുടെ അധികാരം? ഞാനടക്കം ഇവിടെ ഖത്തീബായത് ഖുത്ബ മിമ്പറിൽ പ്രസംഗിച്ചുകൊണ്ടല്ലേ? അതേപോലെ തന്നെ കണ്ണൂർ കാമ്പസാർ പള്ളിയിൽ പിന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഖുത്ബ പരിഭാഷയുള്ള പള്ളിയല്ലേ അത്? പൊന്നാനി ടൗൺ പള്ളി ഖുത്ബ പരിഭാഷയുള്ള പള്ളിയല്ലേ? സമസ്ത ജനിക്കുന്നതിന് മുമ്പേ, മുജാഹിദ് ജനിക്കുന്നതിന് മുമ്പേ ഖുത്ബ പരിഭാഷയില്ലേ? സത്യത്തെ മൂടി വെക്കാൻ പുതിയ തലമുറയോട് എന്ത് കള്ളത്തരം പറഞ്ഞാലും, എന്ത് കള്ളത്തരവും പുതിയ തലമുറയോട് പറയാം. കാരണം ചരിത്രത്തെ മൂടി വെച്ച് നബിതങ്ങളുടെ കാലത്തുള്ളതാണ് സമസ്ത എന്ന് വെറ്റി തീർത്ത് കള്ളത്തരം പറഞ്ഞിട്ട് ഈ സമൂഹത്തെ ഒതുക്കി നിർത്തിയേ നിങ്ങൾക്ക് സാധിക്കൂല.
ഈ സമൂഹം നിങ്ങളെ കടിഞ്ഞാണ് പൊട്ടിച്ച് ഈ ചങ്ങല വലിച്ചെറിഞ്ഞ് ഖുർആന്റെയും സുന്നത്തിന്റെയും രാജപാതയിലേക്ക് പുതിയ നൂറ്റാണ്ടിന്റെ മധ്യമാകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് തിരിച്ചു പോകും. അതുകൊണ്ട് ഇവിടുത്തെ ഷീഈ ഗ്രൂപ്പുകൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ ഒരർച്ചയും ഈ സമൂഹം പരിഗണിക്കുകയില്ല. നിങ്ങൾക്ക് വെപ്രാളമുണ്ട്, വേവലാതിയുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ സമ്മേളനങ്ങൾ വിളിച്ചോതുന്നത് അതാണ്. ചുഴലിയുടെ കാഫിറാക്കൽ എന്നും പറഞ്ഞിട്ട് KSSF കാസർഗോഡ് സമ്മേളനം വിളിച്ചു കൂട്ടി. സംഭവിച്ചത് എന്താണ്? ആ പ്രസംഗത്തിന്റെ ഷോട്ട് കൊടുത്തിട്ട്, ആ പ്രസംഗത്തിന്റെ ചെറിയ ചെറിയ വാക്കുകൾ കൊടുത്തിട്ട് KSSF പ്രസംഗിച്ചപ്പോൾ കാസർഗോട്ടെ ചെറുപ്പക്കാര് ആ ഫുൾ പ്രസംഗം എന്താണ് എന്നൊന്ന് കേൾക്കാൻ വേണ്ടി ആഗ്രഹമായി. നിങ്ങളാണ് കാരണക്കാർ, ഞാനല്ല. എന്റെ പ്രസംഗം നേർക്കുനേരെ ഇവരാരും കേൾക്കൂല. നിങ്ങൾ തുടങ്ങിക്കൊടുത്തപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് കേൾക്കണമെന്ന ആഗ്രഹം കാസർഗോട്ടെ ചെറുപ്പക്കാർക്ക്. അവര് യൂട്യൂബ് പരിധി, അതേപോലെ തന്നെ ഗ്രൂപ്പുകൾ പരിധി ഫുൾ പ്രസംഗം കേട്ടു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ആ ചെറുപ്പക്കാർ മുഴുവനും ഇന്ന് സലഫി പള്ളിയിൽ ജുമാക്ക് വരാൻ തുടങ്ങി. നിങ്ങളതിന് കാരണക്കാര്, ഞാനല്ല. എന്റെ പ്രസംഗം ആരും കേൾക്കൂല, നിങ്ങൾ കേൾക്കൂല, ഉറപ്പാണല്ലോ. നിങ്ങൾ പുളിച്ച ചീത്തയും പുളിച്ച തെറിയും പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ. അപ്പൊ പിന്നെ അനുയായികൾ കേൾക്കൂല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ അല്ലാഹു തആല നിങ്ങളെ കൊണ്ട് തന്നെ അത് കേൾപ്പിച്ചു. കാസർഗോഡ് നടന്ന KSSF സമ്മേളനത്തിൽ എന്നെ പുളിച്ച തെറി പറയാൻ വേണ്ടി എന്റെ വാക്കുകൾ ഉപയോഗിച്ചു. അത് ഫുള്ളായിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി യൂട്യൂബിൽ കയറി പ്രസംഗിച്ച ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ മാഷാ അല്ലാഹ് സലഫി പള്ളിയിൽ വെള്ളിയാഴ്ച ഖുതുബ കേൾക്കാൻ വേണ്ടിട്ട്, ബാക്കി കേൾക്കാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ. അങ്ങ് തന്നെ ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന വലൗ ബിറജുലിൻ ഫാജിരിൻ എന്ന് പറഞ്ഞു. തീർച്ചയായും അള്ളാഹു ഈ ദീനിനെ ശക്തിപ്പെടുത്തും, വളരെ അപകടകാരിയായ ഒരു മനുഷ്യനെ ഉപയോഗിച്ചിട്ടാണെങ്കിലും. ശരീഅത്ത് സംവാദം വന്നു. ശരീഅത്ത് സംവാദം വന്നപ്പോൾ ഇന്ത്യ രാജ്യം മുഴുവനും ഇളകി. EMS നമ്പൂതിരിപ്പാട് ശരീഅത്തിനെതിരായിട്ട് ഘോരഘോരം പ്രസംഗിച്ചു. നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഈ ശരീഅത്ത് നമുക്ക് വേണ്ട, നമുക്ക് മതമില്ല, കമ്മ്യൂണിസം ഒരു മതമാണ്, അതിന് ദൈവമില്ല എന്ന് മാത്രം. കൊല്ലത്ത് വെച്ച് അദ്ദേഹം പ്രസംഗിച്ച, ഞാൻ നേരിട്ട് കേട്ട പ്രസംഗമാണ്. കമ്മ്യൂണിസം ഒരു മതമാണ്, അതിന് ദൈവമില്ല, അതിന്റെ പരിശുദ്ധ ഗ്രന്ഥം, അതിന്റെ പരിശുദ്ധ പ്രവാചകനാണ് മിസ്റ്റർ മാക്സ്, പരിശുദ്ധ ഗ്രന്ഥം ദാസ് ക്യാപിറ്റലാണ് എന്നും പറഞ്ഞ് ശരീഅത്തിനെ കുഴിച്ചു മൂടാനുള്ള ശ്രമം നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ചു. UDF അത് വോട്ടാക്കി മാറ്റാൻ വേണ്ടി മെനക്കെട്ടു. സംഗതി അപകടമാണെന്ന് മനസ്സിലാക്കി അബുൽ ഹസൻ അലി നദ്വിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ശരീഅത്ത് സംരക്ഷണ സമിതിക്ക് കോഴിക്കോട് സ്വീകരണം കൊടുത്തു. ആ സ്വീകരണത്തിൽ ഉദ്ഘാടന പ്രസംഗം നടത്തിയത്, അധ്യക്ഷ സ്ഥാനം വഹിച്ചത് EK അബൂബക്കർ മുസ്ലിയാരാണ്. EK അബൂബക്കർ മുസ്ലിയാർ ആ സംഘടനത്തെ നദ്വിയെ സ്വീകരിച്ചു, വഹാബിയെ സ്വീകരിച്ചു. അതുകൊണ്ട് EK ശരിയില്ല എന്നും പറഞ്ഞിട്ടാണ് പിന്നെ AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വേറൊരു സമസ്ത ഉണ്ടാകുന്നത്. അത് ഉണ്ടാകാനുള്ള കാരണം ഈ ശരീഅത്ത് സംരക്ഷണ സമിതിക്ക് കോഴിക്കോട് സമ്മേളനം ഒരുക്കി അതിന് നേതൃത്വം EK ആണ് കൊടുത്തത്, സമസ്തയും ലീഗുമാണ് കൊടുത്തത്. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇവര് എറണാകുളത്ത് യോഗം കൂടിയിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കിയത്. പിന്നെ ബാക്കി കഥ നിങ്ങളെല്ലാം അറിയും പോലെ, ഇതെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ, ഇതെങ്ങനെ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ആവർത്തിക്കുന്നത് പുതിയ തലമുറ പെട്ടെന്ന് മറന്നുപോകും. ഈ ശരീഅത്ത് സംരക്ഷണ സമിതി അങ്ങ് കാശ്മീർ തൊട്ടിങ് കേരളം വരെ യാത്ര ചെയ്തപ്പോൾ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്കിടയിൽ ശരീഅത്ത് ചർച്ചയായി തുടങ്ങി. അതുവരെ പാരമ്പര്യ രാഷ്ട്രീയത്തിൽ കൊടിപിടിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം യുവത പാരമ്പര്യ രാഷ്ട്രീയം മാത്രമേ അവർക്ക് അറിയുള്ളൂ. 60, 70, 80 കാലഘട്ടങ്ങളിൽ കളറുള്ള കൊടിയും പിടിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർണ്ണക്കടലാസ് ആരാന്റെ ചുമരിലൊട്ടിച്ച് ചുമരുവെഴുതി പാർട്ടി ഓഫീസിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന പട്ടച്ചാരായും കുടിച്ച് അള്ളാന്റെ തൗഫീഖോടുകൂടി 10ാം ക്ലാസ് എന്ന് തോറ്റ് രാഷ്ട്രീയ പാർട്ടിന്റെ ഓഫീസിൽ അന്തിയുറങ്ങാൻ വിധിക്കപ്പെട്ട മുസ്ലിം യുവത കേരളത്തിലെ 60കളിൽ 70കളിൽ അല്ലേ യാഥാർത്ഥ്യം?
ഏതെങ്കിലും കവലയിൽ നിന്ന് മുസ്ലിം ചെറുപ്പക്കാരനോട് ആരെങ്കിലും എന്താണടാ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ സിന്ദാബാദ്, എങ്ങനെ തന്നെ എന്നാണ് നീ പറയുന്നത്, അങ്ങനെ തന്നെ. എങ്ങനെ? ഡൽഹിയിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ എന്റെ നേതാവ് എന്തോ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തന്നെ. എന്താ പറഞ്ഞത് അതൊന്നും എനിക്കറിയാനും അറിയേണ്ട ആവശ്യമില്ല, എന്തോ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തന്നെ സിന്ദാബാദ്. ഇതായിരുന്നില്ലേ കേരളത്തിലെ മുസ്ലിം യുവതയുടെ രാഷ്ട്രീയ പാരമ്പര്യം 970 വരെ ആയിരുന്നില്ലേ? ഇവിടുത്തെ പ്രാമാണിക ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടി പിടിക്കാനും പാർട്ടി ഓഫീസിന് കുമ്മയം തേക്കാനും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരാന്റെ ചുമരിൽ കൊണ്ടുപോയിട്ട് 100 വലിക്കാനും വിധിക്കപ്പെട്ടവരായിരുന്നില്ലേ കേരളത്തിലെ മുസ്ലിം സമൂഹം? അതല്ലേ ഇവിടുത്തെ രാഷ്ട്രീയ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി 980കളിൽ ശരീഅത്ത് സംവാദം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആ ശരീഅത്ത് സംവാദം ഇന്ത്യ രാജ്യത്ത് പൊതുവിലും കേരളത്തിൽ പ്രത്യേകിച്ചും നമുക്ക് സ്വന്തമായിട്ടൊരു വഴിയുണ്ട് എന്ന തിരിച്ചറിവുണ്ടായില്ലേ? അങ്ങനെയല്ലേ ശരീഅത്ത് സംവാദത്തിലൂടെ പൂർണ്ണമായും ഇസ്ലാമിക ശരീഅത്താണ് നമ്മുടേത്, നമ്മൾ ആരെയും ഫോളോ ചെയ്ത് ആരെയും പിറകെ നടക്കേണ്ടവരല്ല നാം എന്ന ഒരു ബോധം മുസ്ലിം യുവതക്ക് ഉണ്ടാവുകയും അവർ അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായില്ലേ 950കളിൽ? ഉണ്ടായിട്ടില്ലേ? ഈ സന്ദർഭത്തിൽ ഭരണകൂടം മിസ്റ്റർ രാജീവ് ഗാന്ധി രാജ്യം ഭരിക്കുന്ന കാലം രാജീവ് ഗാന്ധിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്നറിയുമോ? ശരീഅത്ത് സംവാദം ഇതേപോലെ നീണ്ടുപോയാൽ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ സ്വന്തമായിട്ട് അവർക്കൊരു സത്വമുണ്ട് എന്ന് പഠിക്കും. അത് അടിമത്വ രാഷ്ട്രീയത്തിനെതിരാണ്. മുസ്ലിം സമൂഹം സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ എല്ലാം പാരമ്പര്യ രാഷ്ട്രീയത്തിനെതിരായിരിക്കുമെന്ന് പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ മിസ്റ്റർ രാജീവ് ഗാന്ധി അന്ന് പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്നത് പ്രശ്നം പരിഹരിക്കാൻ. ഷാബാനു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയ ഒരു വിധിയുമായി ബന്ധപ്പെട്ടിട്ടല്ലേ ശരീഅത്ത് സംവാദം പൊട്ടിപ്പുറപ്പെട്ടത്. അങ്ങനെ ബില്ല് കൊണ്ടുവന്നു. ഹനഫി മദ്ഹബ് അനുസരിച്ച് കുറച്ചും കൂടി വ്യക്തി നിയമത്തിൽ കൂട്ടിച്ചേർത്ത് പരിഹരിക്കാന്നുള്ള നിലയ്ക്ക് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ബില്ല് പാസ്സാക്കിയെടുക്കുകയും ശരീഅത്ത് സംവാദം അതോടുകൂടി കെട്ടടങ്ങുകയും ചെയ്തു. നല്ല സംഭവം. തിരിച്ചറിവ് എന്നത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഇനി കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് സമ്മേളനം വിളിച്ചുകൂട്ടി സാധാരണക്കാരൻ സെൽഫിയത്തുമായി അടുത്തു കളയുമോ എന്ന് ഭയപ്പാടിലാണ് നിങ്ങൾ വിളിച്ചുകൂട്ടിയ സമ്മേളനം. ആ സമ്മേളനം നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കുകയാണ് ഉണ്ടായത്. മഹല്ല് ജമാഅത്തിന്റെ രീതി ഈ രീതിയിൽ കേരള ജംഇയ്യത്തുൽ ഉലമ മലബാറിലെ കാസർഗോഡ് വരെയുള്ള പള്ളികൾ കേന്ദ്രമാക്കിക്കൊണ്ട് ഖുർആനും സുന്നത്തും അനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടായി. കാരണം ഇവിടുത്തെ ഭരണഘടന അനുസരിച്ച് സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത മഹല്ല് ജമാഅത്തുണ്ട്. ഇവിടെ 4 മദ്ഹബ് അനുസരിച്ചാണ് മഹല്ല് ജമാഅത്ത് ഭരിക്കപ്പെടേണ്ടത് എന്ന കൃത്യം. ഏത് മദ്ഹബിലാണ് കുത്തുബിയത്തുള്ളത്? കുത്തുബിയത്ത് 4 മദ്ഹബിലും ശിർക്കും കുഫ്റും അല്ലേ? അതുകൊണ്ട് തന്നെ ഭരണഘടന അനുസരിച്ച് പള്ളികളിൽ കുത്തുബിയത്ത് നടത്താൻ പറ്റുകയില്ല. ആ ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സമസ്ത മദ്ഹബ് അപകടകാരികളാണ്. അവർ ഷാഫി മദ്ഹബിനും ഹനഫി മദ്ഹബിനും എതിരാണ്. ഷാഫി മദ്ഹബിൽ ഖബറുകൾ ഉയർത്താൻ പറ്റുകയില്ല, പൊളിക്കണം. സലഫി മദ്ഹബ് ഉള്ള ഖബറും ഇല്ലാത്ത ഖബറും പൊന്തിക്കണം. ഷാഫി മദ്ഹബിൽ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ഇമാമിന്റെ ജോലിയല്ല, അത് മറ്റുള്ളവർക്കുള്ള ജോലിയാണ്. ഇമാം സലാം വീട്ടിലോടുകൂടി ജോലി നിർത്തണം. സമസ്ത മദ്ഹബ് അനുസരിച്ച് പരിശുദ്ധ ഖുർആൻ കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ ദുആ കാണാപ്പാഠം പഠിച്ച് നിസ്കാരത്തിൽ ഓതിയ ആയത്തിനേക്കാൾ ദൈർഘ്യമുള്ള ദുആ ഇമാം നടത്തിയ മുഅ്മിനെ കൊണ്ട് ആമീൻ പറയിപ്പിക്കണം. ഇവിടെ ഷാഫി മദ്ഹബിന് എന്താണ് ബന്ധം? ഭരണഘടനക്ക് എന്താണ് ബന്ധം? ഇത് മഹല്ല് ജമാഅത്തിലെ ആജ്യാക്കന്മാര് തിരിച്ചറിയണമെന്നാണ് ഞാൻ പറയുന്നത്. മഹല്ല് ജമാഅത്തിന്റെ ആജ്യാക്കന്മാര്, പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, സമസ്ത മദ്ഹബുകാര് നിങ്ങളെ വളരെ കൃത്യമായി ചൂഷണം ചെയ്യുകയാണ്, നിങ്ങളെ വിവരമില്ലാത്തവരാക്കുകയാണ്. നിങ്ങൾ ഭരണഘടന അനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്നവരാകണം, എന്നിട്ട് മദ്ഹബിലേക്ക് മടങ്ങണം. ചുരുങ്ങിയ പക്ഷം മദ്ഹബിലേക്ക് മടങ്ങണം. ആ മദ്ഹബ് ഒരിക്കലും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എതിർക്കപ്പെടുന്ന മദ്ഹബുകളല്ല. സമസ്ത മദ്ഹബ് എതിർക്കുമ്പോൾ ഷാഫി മദ്ഹബിനെ എതിർക്കുന്നു എന്ന കള്ളമാണ് നിങ്ങൾ പറയുന്നത്.
സമസ്ത മദ്ഹബ് എതിർക്കപ്പെടേണ്ടതാണ്, ഷാഫി മദ്ഹബ് എതിർക്കപ്പെടേണ്ടതല്ല. അതൊരു ഇജ്തിഹാദി മദ്ഹബാണ്. ആർക്കാണ് ഈ വ്യത്യാസമുള്ളത് അക്കാര്യത്തിൽ? ഈ രീതിയിൽ 1926 കേരള ജമിയത്തുൽ ഉലമായുടെ ഉള്ളിൽ നിന്നുള്ളവരും വെളിയിലുള്ളവരെയും കൂടി കൂട്ടുപിടിച്ച് കേരളത്തിൽ കേരള ജമിയത്തുൽ ഉലമ സമ്പ്രദായങ്ങളെ ഇല്ലാതാക്കുകയാണ്, പാരമ്പര്യത്തെ നശിപ്പിക്കുകയാണ്. ഖുതുബിയത്ത്, റാത്തീബ്, മൗലൂദ് മുതലായതിനെതിരാണ് കേരള ജമിയത്തുൽ ഉലമ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ച ജുമാ പ്രസംഗം, വെള്ളിയാഴ്ച ഖുത്ബ പരിഭാഷ മലയാളത്തിൽ നൂറ്റാണ്ടുകളോളമായി പല പള്ളികളിലും നടന്നു വരികയാണ്. ആൾക്കാരുടെ ധാരണ അതാണ്. തലശ്ശേരി സ്റ്റേഡിയം പള്ളിയിൽ ഞാൻ ഖത്തീബായിട്ടുണ്ട്. ആ പള്ളിയിൽ നടക്കുന്ന ബാക്കിയുള്ള മുഴുവൻ അമലും സമസ്ത മദ്ഹബ് അനുസരിച്ചാണ്. ഖുത്ബ പരിഭാഷ നടക്കുന്നുണ്ട്. കാമസാറിലും ഞാൻ ഖത്തീബായിട്ടുണ്ട്, ഖുത്ബ പരിഭാഷത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ പരിഭാഷയാണ്. അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സമസ്ത മദ്ഹബ് അനുസരിച്ചാണ്. ഖുത്ബ മലയാളത്തിൽ പ്രസംഗിക്കുക എന്നുള്ളത് പാരമ്പര്യം അനുസരിച്ചു. അതേപോലെ മറ്റ് പല പള്ളികളിലും അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മൗലൂദിന്റെ കാര്യമായാലും റാത്തീബിന്റെ കാര്യമായാലും മറ്റുള്ള കാര്യമായിരുന്നാലും സലഫി മദ്ഹബ് അനുസരിച്ചാണെങ്കിലും ഖുത്ബ മലയാളത്തിലായിരുന്നു ആ പള്ളികളിലൊക്കെ ഉണ്ടായിരുന്നത്. ഖുത്ബ പരിഭാഷ ഖിലാഫുൽ ഔലയാണെന്ന് 960കളിൽ മീൻചന്തയിൽ വെച്ച് സമസ്ത പ്രമേയം പാസാക്കി. അന്ന് ഖിലാഫുൽ ഔലയാണ്, ഇന്നലെ ഹറാമാണ്, ഇന്ന് കുഫറാണ്. അങ്ങനെ മാറി മാറി വന്നു ഖുത്ബ പരിഭാഷ. ആദ്യം ഖിലാഫുൽ ഔല, ഒറിജിനൽ സമസ്തന്റെ ഫത്വ ഖിലാഫുൽ ഔലയാണ്, നല്ലതിനെതിര്. പക്ഷെ നിങ്ങളെ കൊണ്ട് അള്ളാഹു എടുത്ത തീരുമാനമാണത്. അന്നെങ്ങാനും നിങ്ങൾ ഖുത്ബ പരിഭാഷ അനുവദിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ തമ്മിലുള്ള മുഴുവൻ യുദ്ധവും മിമ്പറിലായേനെ. ഇങ്ങനെ ഈ സമസ്ത എന്ന് പറയുന്ന വിഭാഗങ്ങളുടെ സകല യുദ്ധവും മിമ്പറിലായേനെ. അള്ളാഹ് കാത്തതാണ് നിങ്ങളെ ഷർറിൽ നിന്ന് മിമ്പറുകളെ. അങ്ങനെ ഓരോ വിഷയം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. 1924 26 തമ്മിലുള്ള ബന്ധം പറഞ്ഞു തരാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു തന്നത്. പരമ്പരാഗതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് സ്വീകരിച്ച 2 വഴികളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്ന് പ്രമാണബന്ധിതമായ ആദർശം, മറ്റേത് പാരമ്പര്യബന്ധിതമായ സമ്പ്രദായങ്ങൾ. ഇതിലേതാണ് നാം അംഗീകരിക്കേണ്ടത്? ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നടപ്പിലാക്കിയ 2 സുന്നത്തുകളാണ്, 2 നടപടിക്രമങ്ങളാണ്. ബഹുമാനപ്പെട്ട ശീശ് നബി അലൈഹിസ്സലാത്തു ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം ആകാശ ലോകത്ത് അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിമാരെ പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ പിറകിൽ, ഓ മുഹമ്മദ് നബി, നിങ്ങൾക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ജീവിതത്തിൽ ഇവർക്കെല്ലാം നേരിട്ട അനുഭവങ്ങൾ ഉണ്ടാവും കേട്ടോ, അത് പഠിപ്പിച്ചു കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജിന് കൊണ്ടുപോയത്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൂറത്ത് ഇറക്കിയത് തന്നെ അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖിനെ സമാധാനിപ്പിക്കാനാണ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. ഓ മുഹമ്മദ് നബി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ചരിത്രം പഠിപ്പിച്ചു തരാം, നല്ലൊരു സംഭവം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം എന്നും പറഞ്ഞിട്ടാണ് യാക്കൂബിന്റെയും മക്കളുടെയും കഥ അഷ്റഫുൽ ഖൽഖിന് ഓതി കേൾപ്പിക്കുന്ന അല്ലാഹു തആല. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമാകുന്ന പൊന്നുമോൻ ബാപ്പാന്റെ കയ്യിൽ നിന്ന് അടർത്തി മാറ്റി 10 ജ്യേഷ്ഠന്മാര് കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടത് മുതൽ അങ്ങോട്ടുള്ള ആ സങ്കട കഥകൾ അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു തആല സൂറത്ത് യൂസുഫിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒപ്പം നമ്മളെപ്പോലത്തെ തൗഹീദിന്റെ ദായികൾക്കും പറഞ്ഞു തരികയാണ്. തൗഹീദിന്റെ പ്രബോധകന്മാർക്കാണ് അല്ലാഹു തആല കഥ പറഞ്ഞു തരുന്നത്, ചരിത്രം പറഞ്ഞു തരുന്നത്. യാക്കൂബിന്റെ മക്കൾ അനുഭവിച്ചതുപോലെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, മുഹമ്മദ് മുസ്തഫ തങ്ങൾ അനുഭവിച്ചതുപോലെ അനുഭവിക്കേണ്ടി വരും, അതിനുശേഷം വന്ന ഇമാമിയങ്ങൾ അനുഭവിച്ചതുപോലെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ ജയിലിൽ വെച്ചാണ് മരിച്ചത്. ആ ജയിലിൽ കിടത്തിയത് RSSകാരല്ല, BJPക്കാരുമല്ല, നസ്രാണക്കളുമല്ല, ജൂതന്മാരുമല്ല, മുസ്ലിം ഭരണാധികാരികൾ. ഏതാണത്? കുതുബത്തിന്റെയും റാത്തീബിന്റെയും ആൾക്കാർ. അവരല്ലേ ഇമാം അബൂ ഹനീഫനെ ജയിലിൽ കിടത്തിയത്?
ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാനെ ജയിലിൽ കിടത്തി പീഡിപ്പിച്ചില്ലേ? കയ്യും കാലും കെട്ടിയിട്ട് തുണിയും കൂടി ഉടുക്കാണ്ട് വലിച്ചില്ലേ റോട്ടിലൂടെ? ആര് ചെയ്തത്? നിങ്ങളെ പൂർവികന്മാര് ചെയ്തത്. ആരുടെ? ഈ റാത്തീബുകാരുടെ കുത്തുബിയത്തുകാരുടെ പൂർവികന്മാര് ചെയ്തത്. എന്നിട്ട് ഈ കുഞ്ഞാടുകളെ ബോധിപ്പിക്കാൻ നിങ്ങൾ സലഫികളാണ് ചെയ്തത്, വഹാബികളാണ് ചെയ്തത് എന്ന് രണ്ട് പ്രയോഗങ്ങളാണ്. അഷ്റഫുൽ ഹക്കിന്റെ കാലഘട്ടത്തിൽ ശത്രുക്കൾ ഉപയോഗിച്ച പ്രയോഗം സിഹ്ർ എന്നാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉപയോഗിക്കുന്ന പ്രയോഗം വഹാബി എന്നാണ്. അന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും പറയും ഹാദാ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായ സിഹ്റാണ്. ഇന്ന് സംഭവിച്ചാൽ പറയും ഇത് വഹാബിസമാണ്. ഇതാണ് ബന്ധം. അന്ന് സിഹ്ർ, ഇന്ന് വഹാബി. അന്ന് അഷ്റഫുൽ ഖൽക്ക് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അള്ളാഹുവിന്റെ ആയത്തുകൾ ആയത്തൻ, ഏതൊരു ദൃഷ്ടാന്തം അവര് കണ്ടാലും അവരെന്താ പറയാ? ഹാദാ സിഹ്റും മുസ്തമിർ, ഇത് തുല്യതയില്ലാത്ത സിഹ്റാണ് എന്നാ പറയാ. ഇത് കാര്യങ്ങൾ സമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട് എന്ന് കാണുമ്പോൾ അപ്പൊ തന്നെ ഇവിടുത്തെ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്ന ഇത് വഹാബിയത്താണ്. കാരണം അഡ്വാൻസ് ആയി ബ്രിട്ടീഷുകാരൻ മുതൽ ഇങ്ങോട്ട് വഹാബി ആരാണ് എന്ന പച്ചക്കള്ളം പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ. അപ്പൊ എന്ത് വിഷയം? ഇത് വഹാബിസമാണെന്ന് പറഞ്ഞാൽ നേരത്തെ കിട്ടിയ ചിത്രം അനുസരിച്ചാണ് സാധാരണക്കാരൻ അത് വിലയിരുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു, സലാം പറഞ്ഞു. മർഹബൻ ബിൽ അഖി സ്വാലിഹ്, മർഹബൻ ബിൻ നബിയ്യി സ്വാലിഹ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് സ്വാഗതം, എൻ്റെ പ്രിയപ്പെട്ട നബിക്ക് സ്വാഗതം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കയറിയപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമത്തെ ആകാശത്തിൽ കാണുന്നത് ആരെയാണെന്നറിയുമോ? ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം എന്താണ് കാര്യം? എത്ര ഉലുൽ അസ്മിൽപ്പെട്ട നബിമാര് വേറെ ഇല്ലേ? ആ സ്ഥാനം നോക്കിയിട്ടല്ല ആകാശ ലോകത്ത് വെച്ച് അഷ്റഫുൽ ഹക്കിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. മറിച്ച് ഈ ഭൂമിയിൽ നടന്ന അനുഭവങ്ങളും ത്യാഗങ്ങളും വെച്ചുകൊണ്ടാണ് ആ പ്രവാചകന്മാരെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. കാരണം അഷ്റഫുൽ ഹക്കിനെ സമാധാനിപ്പിക്കാൻ കൊണ്ടുപോയതാ അല്ലാഹു തആല. നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങൾക്ക് ഇതന്നെ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് മനസ്സ് നല്ല ഉറപ്പുണ്ടാക്കാൻ. ലിനുരിയഹു മിൻ ആയാതിനാ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗല. എന്തിനാണെന്നറിയോ? ലിനുരിയഹു മിൻ ആയാതിനാ, എന്റെ അബ്ദായ മുഹമ്മദിന് കുറെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ അല്ലാഹു തആല ഇസ്രാ മിഅ്റാജിനെ പറ്റി പറഞ്ഞു തന്നത്. അഞ്ചാമത്തെ ആകാശത്തിൽ അഷ്റഫുൽ ഖൽക്ക് കാണുന്നത് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഞ്ചാമത്തെ ആകാശത്തിൽ കാണുന്നത്. ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വസീറായി ഹാറൂൻ നബിയെ നിയോഗിച്ച അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നബിയങ്ങൾക്ക്. മൂസ നബിക്ക് സാധിക്കുന്നില്ല, ഭയങ്കരമായ ത്യാഗം, തൗഹീദിന്റെ ദഅവത്ത് അടിച്ചമർത്തുകയാണ് ഫറോവ പാരമ്പര്യക്കാരൻ, കുതുബത്തിന്റെ ആൾക്കാര്. ആ അടിച്ചമർത്തുകളെ സഹിക്കാൻ കഴിയുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്തു, ഏ അല്ലാഹ്, എന്റെ സഹോദരൻ ഹാറൂൻ ഹുവ അഫ്സഹു മിന്നി, എന്നേക്കാൾ നന്നായിട്ട് നല്ല ഭാഷയിൽ സംസാരിക്കാൻ അറിയും എൻ്റെ അനിയന്, അയാളെ എനിക്ക് നീ ഒരു വസീറാക്കിത്താ, ഞങ്ങൾ രണ്ടാളും കൂടി പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ശരി, ഹാറൂനെ ഞാൻ നബിയാക്കി അംഗീകരിച്ചിരിക്കുന്നു. ഇദ്ഹബാ, നിങ്ങൾ രണ്ടാളും പോ, ഇലാ ഫിർഔന ഇന്നഹു തഗാ. എല്ലാം രണ്ടാണ്. ഇപ്പോ ആ ഹാറൂൻ നബിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന്റെ പിറകിലും അഷ്റഫുൽ ഖൽക്കിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പറയാനുണ്ട്. ആറാമത്തെ ആകാശത്തിൽ കാണുന്നത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാക്കിയുള്ള ചരിത്രം പിന്നെ പഠിക്കേണ്ടത് മൂസ നബിയിൽ നിന്നാണ്. അവൻ എന്തൊക്കെയായിരിക്കും ആകാശത്തിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ടാകുക, എന്തെല്ലാം കഥകളായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുക. മർഹബൻ ബിൽ അഖി സ്വാലിഹ്, എന്റെ പൊന്നു കൂട്ടുകാരൻ, എന്റെ പൊന്നു സഹോദര വാ, എന്റെ പ്രിയപ്പെട്ട നബിയെ വാ എന്നും പറഞ്ഞ് അടുത്ത് വിളിച്ചിരുത്തിയിട്ട് എന്തൊക്കെ കഥയായിരിക്കും അഷ്റഫുൽ ഖൽക്കായ മുത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുക. നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? ഇതൊക്കെ ആർക്കാണ്? തൗഹീദിന്റെ പ്രബോധകന്മാർക്കുള്ളതാണ്. ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ വയറു നിറക്കുന്ന അപ്പോസ്തലന്മാർക്കുള്ളതല്ല. അവർക്ക് ഇതിലൊന്നും മാതൃകയുമില്ല. തൗഹീദിന്റെ പ്രബോധകന്മാര് അനുഭവിക്കുന്ന മുഴുവനും താരതമ്യം പ്രവാചകനുമായിട്ടാണ്. ഇവിടുത്തെ ഈ അപ്പോസ്തലന്മാരുടെ കഥകൾക്ക് മുഴുവനും ബന്ധം
ഇങ്ങേയറ്റത്തെ അബൂജഹൽ മുതൽ അങ്ങേയറ്റത്തെ ഫിറഔൻ വരെയാണ്. അതല്ലേ ചരിത്രത്തിന് സാക്ഷ്യം? വളരെ കൃത്യമല്ല കാര്യം. ഓരോ ചരിത്രം പറയുമ്പോഴും വർത്തമാന കാലഘട്ടവുമായിട്ട് ആ ചരിത്രത്തിനെ ബന്ധിപ്പിക്കുമ്പോൾ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന പീഡിപ്പിക്കപ്പെടുന്ന പ്രബോധകന്മാർക്ക് ബന്ധം അഷ്റഫുൽ ഖൽക്കിന്റെ ജീവിതവുമായിട്ടാണ്. അപ്പുറത്തുള്ളവർക്ക് ബന്ധം അബൂലഹബ്, അബൂജഹൽ, ഫിർഔൻ, നമ്രൂദ് മുതലുള്ള വലിയ ഭരണാധികാരികളുമായിട്ടാണ് ഈ അപ്പോസ്തലന്മാരുടെ ജീവിത ചരിത്രത്തിന്റെ ബന്ധം. ഇത് സാധാരണക്കാരൻ മനസ്സിലാക്കണം. ഏഴാമത്തെ ആകാശത്തിലെത്തിയപ്പോൾ അഷ്റഫുൽ ഖൽക്കിന് അല്ലാഹു തആല കാണിച്ചു കൊടുത്തത് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ, അപ്പൂപ്പനെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചതെന്നാണ് മർഹബം ബിബിനി സാലിഹ്, എൻ്റെ പൊന്നു മോനെ വാ എന്ന്. മറ്റെല്ലാവരും അഹുസാലിഹ്. ആദം നബി പറഞ്ഞത് ആദ്യം ബിബിനി സാലിഹ്, പൊന്നുമോൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെയാണ് സ്വാഗതം ചെയ്തത്. മർഹബം ബിബിനി സാലിഹ്, എൻ്റെ പ്രിയപ്പെട്ട മകനെ സ്വാഗതം. മർഹബം ബിൻ നബിയ്യി സ്വാലിഹ്. ബൈത്തുൽ മഅമൂറിന്റെ ചുമരിൽ മുതുക് ചാർത്തി വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഹബീബായ മുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ശരീരവും നോക്കി, ഇബ്രാഹിം നബിന്റെ ശരീരവും നോക്കി. എൻ്റെ മൂക്ക് ഇബ്രാഹിം നബിന്റെ മൂക്ക്, എൻ്റെ കൈ ഇബ്രാഹിമിന്റെ കൈ. എൻ്റെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഞാൻ മാത്രമാണ് സാദൃശ്യം, വേറൊരാളും നമ്മുടെ കൂട്ടത്തിൽ അതേപോലെ ഇല്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ അഭിമാനത്തോടെ പറയുമായിരുന്നു, എന്നെ പോലെ ഉണ്ട് എൻ്റെ ഉപ്പുപ്പ. എത്രത്തോളം അവിടുത്തെ മുടി, അവിടുത്തെ മൂക്ക്, അവിടുത്തെ ചുണ്ട്, അവിടുത്തെ പുരികം, ഇതെല്ലാം എന്നെ പോലെ ഉണ്ട് പറയാം തങ്ങൾ. നിങ്ങൾ ആ യാത്രൻ്റെ ഇതൊന്ന് അനുഭവിച്ചു നോക്കിയിട്ട് എപ്പോഴാണ് പോകുന്നത്? തായിഫിൽ നിന്ന് ക്രൂരമായി ബുദ്ധിമുട്ടുകൾ നേരിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അഭയത്തിനാരുമില്ല. മുത്ഇം ഇബ്നു അദിയാണ് അഭയം കൊടുക്കുന്നത്. പാരമ്പര്യമനുസരിച്ച് അഷ്റഫുൽ ഖൽക്കിനോട് മുത്ഇം ഇബ്നു അദി പറഞ്ഞു, പോയിട്ട് തവാഫ് ചെയ്തിട്ട് വാ മുഹമ്മദ്. ഏത് തവാഫ്? മുത്ഇം ഇബ്നു അദിയെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യത്തിന്റെ തവാഫ്. വർത്തമാന കാലഘട്ടത്തിലെ ജാറക്കാരായ ഷിയാക്കളെ പോലെ അഷ്റഫുൽ ഖൽക്കിനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിമി സുന്നത്തനുസരിച്ചുള്ള തവാഫ്. രണ്ടുപേരും തവാഫ് തന്നെയാണ് ചെയ്യുന്നത്. അബൂജഹലും കഅബൻ തന്നെയാണ് തവാഫ് ചെയ്യുന്നത്, അഷ്റഫുൽ ഖൽക്കും കഅബൻ തന്നെയാണ് തവാഫ് ചെയ്യുന്നത്. ഒരു വ്യത്യാസമില്ല. ഇബ്രാഹിമി ശരീഅത്താണ്. അബൂജഹലിന് വേറെ മതമില്ല, അബൂലഹബിന് വേറെ മതമില്ല കൂട്ടരെ. അഷ്റഫുൽ ഖൽക്കിന്റെ മതം തന്നെയാണ് അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും മതം. അഷ്റഫുൽ ഖൽക്ക് കഅബാലയത്തിൽ നിസ്കരിക്കുന്നത്, അഷ്റഫുൽ ഖൽക്ക് നിസ്കരിക്കുന്ന ഇബ്രാഹിം നബി പഠിപ്പിച്ച മതം അനുസരിച്ചാണ്. അബൂജഹൽ ഉത്ബത്തും നിസ്കരിക്കുന്നതും ഇബ്രാഹിം നബി പഠിപ്പിച്ച മതം അനുസരിച്ചാണ്. രണ്ടും വേറെ മതത്തിലല്ലല്ലോ. പിന്നെ എവിടെയാണ് പ്രശ്നം? എന്നിട്ടും അവരെ മുസ്ലിം എന്ന് അല്ലാഹു തആല വിളിച്ചില്ല, അവരെ കാഫിർ എന്ന് വിളിച്ചു അല്ലാഹു തആല. കൃത്യമായി നിസ്കരിക്കുന്നവരാണ് അവർ, കൃത്യമായി നോമ്പ് നോക്കുന്നവരാണ് അവർ, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരാണ് അവർ. സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറഞ്ഞു അവരെ സക്കാത്തിനെ സംബന്ധിച്ച്, വിളവെടുക്കുന്ന സന്ദർഭത്തിൽ അവർ കൃത്യമായി സക്കാത്തിന്റെ ഓഹരി അള്ളാഹ്ക്കുള്ളത് മാറ്റിവെക്കും, ഒപ്പം ഔലിയാക്കന്മാർക്കുള്ളതും മാറ്റിവെക്കും. സൂറത്ത് അൻആമിലായത്താണ്. എന്നിട്ട് അല്ലാഹു തആല അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹ്ക്കുള്ളത് ചിലപ്പോൾ വേറെ എന്തിനെങ്കിലും ഒരു ചെലവാക്കിന്ന് വരും, ഔലിയാക്കന്മാർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഒരിടത്തേക്കും മാറ്റൂല, കാരണം അത്ര പേടിയാണ് അവർക്ക് ഔലിയാക്കന്മാരെ. ഖുർആനല്ലേ? ഇവിടുത്തെ ഷീഈ മൊല്ലമാര് ഹാജിമാരെയും കൊണ്ടുപോകും മക്കായിലേക്ക്. എന്നിട്ട് തമത്തുഇന്റെ നിയത്താണ് ചെയ്യുക. ഉംറ ചെയ്ത് തഹല്ലുലായി ദുൽഹജ്ജ് 8 അന്ന് ഹജ്ജിന് ഇഹ്റാം കെട്ടുന്ന രീതി, ആ രീതിയിൽ ചെയ്യുന്ന ഹജ്ജിന് ഫിദിയ കൊടുക്കണം, തെണ്ടം കൊടുക്കണം, പകരം കൊടുക്കണം. കാരണം ഹജ്ജിന്റെ ദിവസങ്ങളിൽ ഹജ്ജിന് വേണ്ടിയിട്ട് വേണം ഇഹ്റാം കെട്ടിയിട്ട് പോകാൻ. പക്ഷെ അള്ളാഹു ഒരു ഇളവ് ചെയ്തു തന്നു. ഉംറയ്ക്ക് ഇഹ്റാം കെട്ടിപ്പോയി ഉംറയിൽ നിന്ന് തഹല്ലുലായി സാധാരണ പോലെ അവിടെ താമസിച്ച് ദുൽഹജ്ജ് 8 അന്നോ 7 അന്നോ ഹജ്ജിന് വേണ്ടി ഇഹ്റാം പ്രവേശിച്ചാൽ മതി. പക്ഷെ എന്ത് വേണം?
അതിന് പകരം ഒരു ആനുകൂല്യം നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യണം. അധികമാരും മനസ്സിലാക്കിയിരിക്കുന്ന എന്തോ ഒരു തെറ്റ് ചെയ്തതിന് പ്രായശ്ചിത്തമാണ് ഫിദ്യ എന്നാണ്. അള്ളാഹ് നമ്മളെ കൊണ്ട് തെറ്റിയിപ്പിക്കുക, എന്നിട്ട് പ്രായശ്ചിത്തം വാങ്ങുക. ഇവിടുത്തെ ഗവൺമെന്റ് അല്ല, നരേന്ദ്രമോദിന്റെയും പിണറായിന്റെയും ഗവൺമെന്റ് അല്ല. അങ്ങനെ സമൂഹത്തെ കൊണ്ട്, സാധാരണക്കാരെ കൊണ്ട് തെറ്റിയിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ. ഇങ്ങോട്ടൊരു ആനുകൂല്യം ചെയ്തതിന് പകരം അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ ഈ മക്കത്തെ സാധുക്കൾക്ക് ഒരാട്ടിനെ അറുത്തിട്ട് ഭക്ഷണം കൊടുക്കുക. അതാണ് ഫിദ്യ. അത് നിർബന്ധമാണ്. എന്താണ് ഇവിടുത്തെ ഷീഈ മൊല്ലമാര് ചെയ്തതെന്നറിയുമോ, ചെയ്യലെന്നറിയുമോ? ആ ആജിമാരെയും കൂട്ടിയിട്ട് മീക്കാത്തിലേക്ക് പോകും. ഹജ്ജിന്റെ മീക്കാത്ത് ജുഹ്ഫ 10 റിയാല് എല്ലാ ആജിമാരടുത്തുനിന്നും വാങ്ങും. എന്നിട്ട് ബസ്സിൽ ഈ ആജിമാരെല്ലാം കൂട്ടി എന്തിനെന്ന് പറയും? മസല. മീക്കാത്തിന്റെ വെളിയിൽ പോയി ഇഹ്റാം കെട്ടിയാൽ ഫിദ്യ ഒഴിവായി കിട്ടും എന്ന് ഇമാം നബവി പറഞ്ഞിട്ടുണ്ട് ഇലാഹില്. അങ്ങനെ ഈ ഹാജിമാരെല്ലാം കൊണ്ടുപോയി മീക്കാത്തിന് വെളിയിൽ കൊണ്ടുപോയി എന്തെന്നറിയോ? അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള ഒരാട്ടിനെ ലാഭിക്കാൻ. അള്ളാഹ് ആവശ്യപ്പെട്ട ഒരാട്ടിനെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇമാം നബവിന്റെ പേരിൽ ഒരു മസലയും പറഞ്ഞു കൊണ്ടുപോയി ഹാജിമാരാണ്. അതേ ഹാജിയാക്കന്മാര് തിരിച്ചു വരുന്നു. ദുൽഹജ്ജ് കഴിഞ്ഞ്, മുഹറം കഴിഞ്ഞ്, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, മൊയ്‌ദി ശൈഖ് തങ്ങൾ ആണ്ട്. ഇമാം സാഹിബ് എന്ന് പറയുന്ന വിദ്വാൻ എഴുന്നേറ്റ് പ്രസംഗിക്കുകയാണ്. മൊയ്‌ദി ശൈഖ് തങ്ങൾ ആണ്ട് വരാൻ പോവുകയാണ്. ചുരുങ്ങിയത് 1000 ആട്ടിനെങ്കിലും അറുക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ 10 വീതം ആട് തരാൻ ആരെ കൊണ്ടുപറ്റും? ആചാര്യ നിങ്ങൾ 10 കൊടുക്ക്. റെഡി. മറ്റേ ആചാര്യ 10 കൊടുക്കണം. റെഡി. 10 ആട്ടിനെ ഓരോരാടത്തും വാങ്ങിയാൽ 10 ആടത്തുനിന്ന് 100 ആട്ടിനെ കിട്ടും. അങ്ങനെ മൊയ്‌ദി ശൈഖ് തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആട്ടിന്റെ എണ്ണം ഭരിപ്പിക്കാൻ വയല് പറഞ്ഞ ഈ മുസ്ലിയാർ അവിടെ നിന്ന് അള്ളാഹ് കൊടുക്കാനുള്ള ഒരു ആട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മീക്കാത്തിൽ പോയി ഇഹ്റാം കെട്ടിച്ച ആളാണ്. എങ്ങനെയുണ്ട്? നിങ്ങളെ പറ്റിയാണ് സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല ഈ പറഞ്ഞത്. സൂറത്തുൽ അൻആമിൽ പറഞ്ഞത് ഇതേ പറ്റിയാണ്. നിങ്ങൾക്ക് സഹിക്കുന്നില്ലെങ്കിൽ സഹിക്കൂല, സഹിക്കാതിന്റെ കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആദർശം പറയുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ എന്ത്, ഞാൻ ഏത് ഒന്നൊരു വിഷയമല്ല, ഞാൻ ഇന്ന് നാട്ടിൽ നിന്ന് വരുമ്പം വണ്ടിയിൽ ഇങ്ങനെ വെറുതെ ഒന്ന് ഫോൺ തുറന്നപ്പോ മണ്ണാർക്കാട് മൻസൂർ എന്ന് പറയുന്ന ഒരാള്, അയാളുടെ ഒരു യൂട്യൂബ് പ്രോഗ്രാം, അതിൻ്റെ ഹെഡിങ് ചുഴലി അബ്ദുള്ള മൗലവിന്റെ പ്രസംഗം കേട്ടിട്ട് ഏതോ ഒരു വഹാബ് എന്ന് പറയുന്ന ഒരുത്തനിക്ക് കുരുവൊട്ടിന്ന് ഹെഡിങ്. അതിങ്ങനെ കേട്ടു ഞാൻ. എന്താണ് ചൊയ്ലി എന്ന് പറഞ്ഞപ്പോ കേട്ടെ. പലരും യൂട്യൂബുകാരിപ്പം ചൊയ്ലി എന്ന് വെറുതെ കൊടുക്കും, ഉള്ളിലൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരാൾ നോക്കുവേ ഇങ്ങനെ ഉള്ളിൽ കയറിയ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ചാണ്. ഇപ്പൊ സന്ദീപ് വാര്യരാണ് ഇപ്പൊ മാസ്റ്റർ. സന്ദീപ് വാര്യർ എന്ന് പേര് കൊടുത്താൽ മതി, അതിന്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ചിലപ്പം എല്ലാവരും നോക്കിക്കോളൂ. ഒരു കാളക്കൂട്ടലാണുള്ള പരിപാടി. എന്തോ ആയിക്കോട്ടെ. ഞാനിങ്ങനെ കേട്ടു. ജീവിത ചരിത്രത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത ചീത്ത. എൻ്റെ ഉപ്പാനെ വേറെ, എൻ്റെ ഉമ്മാനെ വേറെ, എന്നെ വേറെ പുളിച്ച തെറി ഈ വഹാബ് എന്ന് പറയുന്നവൻ. ഞാനവിടെ ചിത്താരിയിൽ കാറ് സൈഡാക്കി. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ എനിക്ക് തോന്നി എന്താണെന്നറിയുമോ? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി വഹും ലാ യഅലമൂൻ. അതെ, ഈ വഹാബിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവനിക്ക് ഇതൊന്നും അറിയില്ല. നിന്റെ ദീൻ എന്താണെന്നൊന്നും ഈ വഹാബിന് അറിയില്ല. നീ അവനിക്ക് പുറത്തു കൊടുക്കണം. ഞാൻ ഈ പറയുന്ന വിഷയം ഇന്നല്ലെങ്കിൽ നാളെ അവനല്ലെങ്കിൽ അവന്റെ പാരമ്പര്യത്തിലെങ്കിലും ആരെങ്കിലും ഏറ്റെടുത്ത് തൗഹീദിന്റെ പ്രബോധകനായി വന്നാൽ ഞാൻ അതാണ് അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നത്. അതേ അഷ്റഫുൽ ഖൽഖ് തായിഫിൽ വെച്ച് നടത്തിയ ആ ദുആ, വല്ലാഹി ഞാനത് ദുആ ചെയ്തു. ഇന്ന് ഞാൻ സ്നേഹത്തോടു കൂടി തന്നെ ഈ വഹാബ് എന്ന് പറയുന്ന സഖാഫിയോട് പറയട്ടെ, ഞാനത് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു. പകരം ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നീ എൻ്റെ ഉമ്മാനെ പറഞ്ഞു, എൻ്റെ ഉപ്പാനെ പറഞ്ഞു, എൻ്റെ പാരമ്പര്യം പറഞ്ഞു, എല്ലാം പറഞ്ഞു.
ഇതിലെന്ത് അതിൻ്റെ നെഗറ്റീവായും പോസിറ്റീവായും ഒന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അള്ളാഹുവിനോട് എനിക്ക് അപ്പോൾ ഓർമ്മ വന്നത് അഷ്റഫുൽ ഖൽക്കിനെയാണ്. ചീത്ത കേൾക്കേണ്ടി വന്ന അഷ്റഫുൽ ഖൽക്ക്, തെറി കേൾക്കേണ്ടി വന്ന അഷ്റഫുൽ ഖൽക്ക്, ഏറ്റെടുക്കേണ്ടി വന്ന അഷ്റഫുൽ ഖൽക്ക്, അസഭ്യം കേൾക്കേണ്ടി വന്ന അഷ്റഫുൽ ഖൽക്ക്. എനിക്ക് ഓർമ്മ വന്നത് അതെ, ആ അഷ്റഫുൽ ഖൽക്ക് ചെയ്ത അതേ ജോലിയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽക്ക് ഏൽപ്പിച്ച ജോലി. വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആരുടെയും സംഘടനയിൽ ഞാൻ കുത്തി നോവിച്ചിട്ടില്ല. ആരെയും സംഘടനന്റെ പേരുകൾ ഞാൻ പറയാറില്ല. വ്യക്തികളെ പേര് തീരെ പറയാറില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒന്നിൻ്റെയോ ആരുമല്ല. നിങ്ങളന്ന് കുത്തുബെത്തി കഴിക്കുന്ന പള്ളി, അതിന് മസ്ജിദ് എന്ന് പറയില്ല, അള്ളാഹുവിനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അടക്കറിയിരിക്കാൻ പാടില്ല എന്ന് തന്നെ ഇപ്പോൾ എൻ്റെ അഭിപ്രായം. ആരാധനാലയങ്ങൾക്ക് കേരളത്തിൽ 3 വാക്കുകളുണ്ട്. 1 മസ്ജിദ്, 2 പള്ളി, 3 അമ്പലം. ഇതിൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ മാത്രം വിളിക്കാൻ ഉപയോഗിക്കുന്ന ബിൽഡിങ്ങിന്റെ പേരാണ് മസ്ജിദ്. പച്ച പെയിന്റ് ഇട്ട് 2 മുനാരുണ്ട്. ആ ബിൽഡിങ്ങിന്റെ പേരല്ല മസ്ജിദ്. അള്ളാഹിനെ മാത്രം വിളിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലത്തിന്റെ പേരാണ് മസ്ജിദ്. അവിടെ ചിലപ്പോൾ ഓലമേഞ്ഞ വീടാ ഉണ്ടാവുക, ചിലപ്പോൾ ബിൽഡിംഗ് ഒന്നും ഉണ്ടാവില്ല, അതിർത്തിയേ ഉണ്ടാവുള്ളൂ. ഈ അതിർത്തിക്കുള്ളിലുള്ളത് മസ്ജിദ്. അത് അള്ളാഹ്ക്കുള്ളതാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അത് മസ്ജിദ്. പള്ളിയോ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ചാപ്പാടടിക്കുന്ന സ്ഥലത്തിനാണ് പള്ളി എന്ന് പറയുന്നത്. അമ്പലോ അള്ളാഹു അല്ലാത്തവരെ ഇടയാളുകളാക്കി കാര്യങ്ങൾ നേടാൻ മറ്റ് മതക്കാര് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് അമ്പലം. ഇപ്പോഴും എൻ്റെ മദ്ഹബ് അങ്ങനെ തന്നെയാണ്. മസ്ജിദിൽ വെച്ച് മാത്രമേ നിസ്കരിക്കാവൂ. മസ്ജിദിൽ വെച്ച് മാത്രമേ നിസ്കരിക്കാവൂ. മസ്ജിദ് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അത് കട്ടാക്കിയിട്ട് അതിന് അപ്പുറത്തത് മാത്രം ആ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സകല അടവുകളും നിങ്ങൾക്കെതിരായിട്ടാണ് വരിക. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഹക്ക് ഒരു ദിവസം വിജയിക്കും. അതിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ശിർക്കും തമ്മിൽ തന്നെയാണ് ഇപ്പോഴത്തെ യുദ്ധം. കുഫറും തമ്മിലാണ് ഇപ്പോഴത്തെ യുദ്ധം. തൗഹീദും ശിർക്കും തമ്മിലല്ല. തൗഹീദിന്റെ ആൾക്കാര് അത് വേറെ രീതിയിലുള്ള മക്കളും പേരക്കുട്ടികളും മക്കളുമായിട്ടുള്ള ചർച്ച വേറെ നടക്കുന്നുണ്ട്. ഇതിനൊന്നും ഭാഗവാക്കല്ല. ഞാനന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ അന്നും പറഞ്ഞതാണ്. എൻ്റെ വാക്കുകളെ വെച്ചുകൊണ്ട് KNMനോട് മറുപടി ചോദിച്ചാൽ KNM എങ്ങനെയാണ് മറുപടി പറയുക? കൂട്ടരെ, ചുഴലി അബ്ദുള്ള മൗലവി പറയുന്നത് ചുഴലി അബ്ദുള്ള മൗലവിൻ്റെത് മാത്രമാണ്. ഇവിടുത്തെ ഒരു സംഘടനയുമായിട്ടും ആ വാക്കിന് ബന്ധമുണ്ടാകുകയില്ല. KNM എനിക്ക് സ്റ്റേജ് തരാറുണ്ട്. എനിക്ക് പറയാനുള്ളത് പറയാനാണ്. അത് KNM പറയുന്നതുമായിട്ട് യോജിച്ചാൽ അവർക്ക് സപ്പോർട്ട് ചെയ്തു തരും. KNMന്റെ ഏതെങ്കിലും രീതിശാസ്ത്രങ്ങളുമായി യോജിക്കാത്താണെങ്കിൽ അപ്പൊ തന്നെ അവർ പറയും ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ചുഴലി നമ്മളെ മെമ്പറും എല്ലാം. പ്രശ്നം തീർത്തല്ലോ. പിന്നെ ചുഴലി പറഞ്ഞത് KNMന് ബാധകമാണെന്ന് പറയില്ല. എങ്ങനെ? പിന്നെ ഇനിയും ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് എനിക്ക് ബാധകം. ഈ വഹാബിനെ പോലെ എന്നെ ചീത്ത പറഞ്ഞോളി. KNMന് എന്തിനാ പറയണേ? എന്നെ ചീത്ത പറഞ്ഞോ? അങ്ങനെ ഞാൻ ചിത്താരി ആ ഹോട്ടലിൽ നിന്നൊരു ചായയും ആടെ കാറ് സൈഡാക്കി ഞാൻ ഇങ്ങനെ ആലോചിച്ചു എൻ്റെ അള്ളാഹുവിനെ. എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി. നേരിട്ട് ചീത്ത കേൾക്കുന്ന ആദ്യമായിട്ടാണ്. അങ്ങനെ ഈ യൂട്യൂബും കുന്തോന്നും ഞാൻ അങ്ങനെ കേൾക്കാൻ നിൽക്കാറില്ല. ഞാൻ അവിടെ നിന്ന് ആ കാറിലിരുന്ന് സത്യം പറയാന്ന് വെച്ചാൽ എനിക്ക് കരച്ചിൽ വന്നു. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ഞാൻ എൻ്റെ അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക് ളുഅഫ ഖുവ്വതി വഖില്ലത ഹീലതി. എൻ്റെ ഹബീബായ മുത്ത് അന്ന് തായിഫിൽ ആ മരത്തിന്റെ ചോട്ടിൽ നിന്ന് അങ്ങനെയാണ് ദുആ ചെയ്ത് അള്ളാഹുവിനോട്. ഏറുകൊണ്ടിട്ട് കാല് രക്തം ഒഴിഞ്ഞ് വിഷമിച്ച് ഓടി കർണുൽ മനാസിലെ ഒരു തോട്ടത്തിന്റെ അരികത്തൊരു മരത്തിന്റെ ചോട്ടിരുന്നിട്ട് ഞാൻ ചിത്താരിയ ആ ഹോട്ടൽ എന്നാ പറയാ, ഇതറേ ബംഗ്ലാവ് ഹോട്ടൽ, ആ പള്ളിന്റെ ആടെ സൈഡാക്കി ആ ഇരുമ്പ് വെക്കുന്ന വീടിന്റെ മുമ്പിൽ
എന്നിട്ട് ഞാൻ എൻ്റെ അള്ളാഹുവിനോട്, എൻ്റെ അഷ്റഫുൽ ഖൽഖ് അന്ന് തായിഫിൽ വെച്ച് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു, അല്ലാഹുമ്മ അഷ്കൂ ഇലൈക് ഖുവ്വത ളുഅഫി ളുഅഫ ഖുവ്വതി, എനിക്കൊന്നും കഴിയില്ല അള്ളാഹുവേ, ഞാൻ ലഈഫ, വഖില്ലത ഹീലത്തി, എനിക്ക് തന്ത്രങ്ങളൊന്നുമില്ല, എൻ്റെ സപ്പോർട്ട് ചെയ്യാനും ആരുമില്ല, സംഘടനകളായാലും അവർക്ക് മേക്ക് തട്ടുമെന്ന് കാണുമ്പോൾ എന്നെ കൈവിടും, എനിക്ക് നീ മാത്രം, ലൈസ ബൈനി വബൈനക അഹദ്, എൻ്റെ നിൻ്റെ ഇടയിൽ ആരുമില്ല അല്ലാഹുവേ, ഇലാ മൻ തകിലുനി, നീ എന്നെ ആരെയാണ് ഏൽപ്പിക്കുന്നത്, ഇലാ അദുവിൻ യസുബ്ബുനി, അങ്ങനെ പറഞ്ഞു അള്ളാഹുവിനോട്. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ വാക്കിന് തുല്യമായിട്ട് ഞാൻ പറഞ്ഞു ആ വാക്ക് ഉപയോഗിച്ചിട്ട്, ഇലാ അദുവിൻ യസുബ്ബുനി, എന്നെ പൊളിച്ച തെറി പറയുന്ന ശത്രുവിലേക്കാണോ അല്ലാഹുവേ നീ എന്നെ ഇട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും നീ എൻ്റെ മേൽ കോപിഷ്ഠനല്ല എങ്കിൽ ഇതൊന്നും എനിക്കൊരു വിഷയമല്ല, ഫലാ ഉബാലി. എൻ്റെ ഹബീബായ മുത്തന്ന് തായിഫിൽ വെച്ച് പറഞ്ഞ വാക്ക് ചിത്താരിൽ വെച്ച് ഞാൻ എൻ്റെ അള്ളാഹുവിനോട് പറഞ്ഞു. അള്ളാഹു തീരുമാനിക്കും, അലം യഅലം ബി അന്നല്ലാഹ യറ. അതുകൊണ്ട് സ്നേഹത്തോടെ ഈ വഹാബിനോട് ഞാൻ പറയട്ടെ, ഞാൻ മാപ്പാക്കി തന്നിരിക്കുന്നു. എന്തിനെന്നറിയോ? എൻ്റെ അള്ളാഹു എനിക്ക് നാളെ മാപ്പാക്കി തരാൻ. ഒരു വാക്ക് പോലും എനിക്കതിന് എതിര് പറയാനില്ല. കാരണം എൻ്റെ ആദർശത്തെയാണ് എൻ്റെ ഉമ്മായിലേക്കും ഉപ്പായിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും ചേർത്ത് പൊളിച്ച തെറിയായിട്ട് പറഞ്ഞത്. അതിന് നാണയത്തിന് നാണയം, നാണയത്തിന് നാണയം, ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞതുപോലെ നിനക്ക് മറുപടി പറയാൻ ആ മൻസൂറിനെയാണ് അള്ളാഹു തലയേൽപ്പിച്ചത്. ആ മൻസൂർ അതിലാണ് ഞാനത് കേൾക്കാൻ ഇട വന്നത്. നമുക്ക് വിഷയമില്ല. കാരണം റസൂലുള്ളാഹി, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ബന്ധിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് അഷ്റഫുൽ ഖൽഖിലേക്കാണ്, അവിടുത്തെ പ്രിയപ്പെട്ട സഹാബാക്കളിലേക്കും. ഈ പറയുന്നവരെ ചരിത്രത്തിലൊക്കെ സാമീപ്യം അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, ഫിറൗൻ, ഖാറൂൻ, ഹാമാൻ, ഷദ്ദാദ് മുതലായവരിലേക്കും. അതാണ് നമ്മുടെ സമാധാനവും. അതുകൊണ്ടാണ് നമുക്കിതൊന്നും പറയുന്നത്. കാരണം പ്രതിവിധിയൊക്കെ ഹബീബായ മുത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സെയ്ദ് ബിൻ ഹാരിസയും മുത്ഇം ഇബ്നു അദിയിന്റെ സംരക്ഷണത്തിലാണിപ്പോൾ. വരെ ആരുമില്ല ഹബീബായ മുത്തിന്. ഉമ്മാന്റെ പെരക്ക് പോയി നിൽക്കാൻ അതുമില്ല, ബാപ്പാന്റെ പെരക്ക് പോയി നിൽക്കാൻ അതുമില്ല. മൂത്തപ്പ അബൂ താലിബിന്റെ പെരക്ക് പോകാമായിരുന്നു, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഇപ്പൊ നേതൃത്വം അബൂ ലഹബിനാണ്. ഖദീജ വഫാത്തായി, ഇപ്പം സന്തോഷിപ്പിക്കാൻ ആരുമില്ല. സാരയില്ല മോനെ എന്ന് പറയാനും കൂടി ആരുമില്ല. ഹബീബ് തങ്ങൾ മുത്ഇം ഇബ്നു അദിയിന്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞതാണ്, എനിക്ക് അഭയം തേടാൻ പറ്റുമോ? അഷ്റഫുൽ ഖൽഖാണ് പറയുന്നത്, ഞാൻ അഭയം തന്നിരിക്കുന്നു. അതിനു മുമ്പ് രണ്ടാളടുത്തേക്ക് പോയി, ഹക്കീം ഇബ്നു ഹിഷാമിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം നിരസിച്ചില്ല. പക്ഷേ ബുദ്ധിമുട്ടുണ്ട് മുഹമ്മദ്, ഈ സമൂഹത്തിന്റെ ഇടയിൽ നിന്നു പോകാൻ പാടാണ്. അങ്ങനെ ആ രീതിയിൽ നിരസിച്ചു, പ്രയാസം പറഞ്ഞ് നിരസിച്ചു, ധിക്കരിച്ച് നിയന്ത്രിച്ചില്ല. വേറെ ആളൊത്ത് പോയിട്ട് ഭയം പറഞ്ഞ മുത്ഇം ഇബ്നു അദി ഏറ്റു. ശരി മുഹമ്മദ്, എൻ്റെ സംരക്ഷണത്തിലാണ്, ധൈര്യമായിട്ട് പോയിട്ട് തവാഫ് ചെയ്തിട്ട് വാ. ആ രംഗം ഒന്ന് മനസ്സിൽ കാണും സഹോദരങ്ങളെ. നിവേദനം നടത്തി ആണ്ടിന്റെ ചോറും വെച്ചിട്ട് ഏമ്പക്കപ്പെടുന്ന സമൂഹമേ, ഇതൊക്കെ ഒന്ന് മനസ്സിലൂടെ ഓടിക്ക്. ആനന്ദം കിട്ടും ജീവിതത്തിൽ, സന്തോഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തോടെ 7 തവാഫ് ചെയ്തു. സെയ്ദ് ഇബ്നു ഹാരിസയും മുത്ഇം ഇബ്നു അദി കഅബാലയത്തിന്റെ ഓരത്ത് നിന്നുകൊണ്ട് വിളിച്ചു, യാ അഹ്ല ഖുറൈശ്, ഓ ഖുറൈശികളെ, ഇന്നു മുതൽ മുഹമ്മദ് എൻ്റെ കസ്റ്റഡിയിലാണ്, ഇന്നു മുതൽ മുഹമ്മദ് എൻ്റെ അഭയത്തിലാണ്. അപ്പൊ അബൂജഹൽ വിളിച്ചു ചോദിച്ചു, മുഹമ്മദിന്റെ മതത്തിലേക്ക് പോയിട്ടാണോ അഭയം കൊടുത്തിരിക്കുന്നത്? അപ്പൊ മുത്ഇം ഇബ്നു അദി പറഞ്ഞു, അല്ല, മുഹമ്മദിന്റെ മതത്തിലേക്ക് പോയിട്ടല്ല ഞാൻ അഭയം കൊടുത്തിരിക്കുന്നത്. എന്റെ അവകാശം ഉപയോഗിച്ചുകൊണ്ട്, ഖുറൈശി തറവാട് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അഭയം കൊടുത്തിരിക്കുന്നത്. എന്നാ കുഴപ്പമില്ല. ഏതാണ് ഈ മുഹമ്മദിന്റെ മതം?
മുത്ഇം ഇബ്നു അദിയിന് പരിചയമില്ലാത്ത ഏത് മതമാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കുള്ളത്? അതെ, മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കുള്ള ഏക മതം ലാ ഇലാഹ, ഈ ജാറങ്ങളെ കൊണ്ടൊരു ചുക്കും നടക്കൂല എന്ന അഷ്റഫുൽ ഖൽക്കിന്റെ മതം. അതാണ് ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽ ഖൽക്കിന്റെ മതം. ബാക്കി എല്ലാ കാര്യത്തിലും ഖുറൈശികൾ ഓക്കെയാണ്, എല്ലാ കാര്യത്തിലും ഖുറൈശികൾ ഓക്കെയാണ്. ഞാൻ ചോദിച്ചല്ലോ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് 25-ാമത്തെ വയസ്സിൽ ഖദീജനെ വിവാഹം കഴിക്കുകയാണ്. ആ വിവാഹത്തിന്റെ സന്ദർഭത്തിൽ ഖുതുബ നിർവഹിക്കുന്നത് അബൂ താലിബാണ്. ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ചാണ് നിക്കാഹ് നടക്കുന്നത്. അന്ന് അഷ്റഫുൽ ഖൽക്കിന് പുതിയ ശരീഅത്തില്ല, അന്ന് അഷ്റഫുൽ ഖൽക്ക് നബിയല്ല. ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ചാണ് നിക്കാഹ് നടക്കുന്നത്. ആ നിക്കാഹിന് ഖുതുബ നിർവഹിച്ചത്, നേതൃത്വം വഹിച്ചത് അബൂ താലിബാണ്. അന്ന് അബൂ താലിബ് പറഞ്ഞ വാചകത്തിന് സമൂഹം മറുപടി പറയണം, ഈ ഷിയാക്കൾ പറയണം മറുപടി. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ദുർരിയ്യത്തി ഇബ്രാഹിം വസർഇ ഇസ്മാഈൽ വളിഇ മുഅദ്. ഇബ്രാഹിം അന്ന് അബൂ താലിബ് വാക്കവിയോ ഫൈസിയോ സഖാഫിയോ അല്ല. അബൂ താലിബ് അഷ്റഫുൽ ഖൽക്കിന്റെ മൂത്താപ്പ. അഷ്റഫുൽ ഖൽക്ക് അന്ന് വെറും മുഹമ്മദ് മാത്രമാണ്, നബിയും റസൂലും അല്ല. ആ നിക്കാഹിന്റെ ഖുതുബയിൽ പറഞ്ഞ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഇന്നത്തെ മൗലവിയും പറയുന്ന അങ്ങനെ തന്നെ അൽഹംദുലില്ലാഹ്. ഈ രണ്ട് അൽഹംദുലില്ലാഹ് തമ്മിൽ എന്താണ് വ്യത്യാസം? ഇന്ന് മഹല്ല് ഖാളിയാര്, മഹല്ല് ഖത്തീബ് നിക്കാഹിന് പോയിട്ട് മൈക്കിലൂടെ പറയുന്ന അൽഹംദുലില്ലാഹ്. അന്ന് അബൂ താലിബ് അഷ്റഫുൽ ഖൽക്കിന്റെ നിക്കാഹിന് പറഞ്ഞ അൽഹംദുലില്ലാഹ്. ഈ രണ്ട് അൽഹംദുലില്ലാഹ് തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ മൗലവിയും മുസ്ലിയാരും, മുസ്ലിയാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷീഈ പുരോഹിതൻ, മൗലവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സലഫി എന്താ പറയാ, സലഫി മൗലവി. ഇവർ അൽഹംദുലില്ലാഹ് എന്ന് തന്നെയാണ് പറയുന്നത്. അന്ന് അബൂ താലിബ് പറഞ്ഞത് അൽഹംദുലില്ലാഹ് തന്നെയാണ്. ഏതാണ് ആ ഹംദ്? ഈ ഹംദിനേക്കാൾ എന്താണ് ആ ഹംദിന് മാറ്റം? ലില്ലാഹ്. മൗലവിയും മുസ്ലിയാരും പറഞ്ഞ ലില്ലാഹും അബൂ താലിബ് അന്ന് പറഞ്ഞ ലില്ലാ. ആ അല്ലാഹ് ഏതാണ്? ഈ അല്ലാഹ് ഏതാണ്? നാം പറയുന്നു ഒരേ അല്ലാഹയാണ്. അന്ന് അബൂ താലിബ് പറഞ്ഞ അൽഹംദുലില്ലാഹ് തന്നെയാണ് ഹബീബായ മുത്തിന് നുബുവത്ത് കിട്ടിയപ്പോൾ പറഞ്ഞ അൽഹംദുലില്ലാഹ്. ഇപ്പൊ ഞാനും നിങ്ങളും മിമ്പറിൽ കയറിയിട്ട് പറയുന്ന അൽഹംദുലില്ലാഹ്. ഒരു വ്യത്യാസവും ചരിത്രത്തിൽ അതിനില്ല. പിന്നെന്തിനാണ് നിങ്ങൾ അബൂ താലിബിനെ നരകത്തിലേക്ക് അയച്ചത്? എന്തിനാണ് അബൂ താലിബ് മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറയുന്നത്? ആ മദ്ഹബ് വെച്ചിട്ട് തന്നെയാണ് നിങ്ങളെയും നാം മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറയുന്നത്. നിങ്ങൾ മുശ്രിക്കും കാഫിറും അല്ലെങ്കിൽ അബൂ താലിബും മുശ്രിക്കും കാഫിറും അല്ല. അപ്പൊ ഖുർആനും സുന്നത്തും അബൂ താലിബിന് എതിരായിട്ട് എന്തോ പറഞ്ഞു എന്ന് വരെ തീർക്കേണ്ടി വരും. ആ അബൂ താലിബ് നരകത്തിലാണ്. ആ അബൂ താലിബ് ആ ഖുതുബയിൽ പറഞ്ഞ രണ്ടാമത്തെ വാക്ക് അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ദുർരിയ്യത്തി ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് വസർഇ ഇസ്മാഈൽ, ഇസ്മാഈലിന്റെ വിത്തിൽ നിന്നാണ് നമ്മൾ മുളപ്പിച്ചത് അല്ലാഹു തആല. അങ്ങനെ പറഞ്ഞു വന്നിട്ട് എന്താ അവസാനം പറഞ്ഞെന്നറിയുമോ? ഈ കഅബാലയത്തിന്റെ നായകത്വം അല്ലാഹു നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ദാ ഈ മുഹമ്മദിനെ കണ്ടില്ലേ, എന്റെ സഹോദരൻ അബ്ദുല്ലാന്റെ മോൻ മുഹമ്മദ്. ആ മുഹമ്മദ് ചില്ലറക്കാരനല്ല. പിന്നെ അഷ്റഫുൽ ഖൽക്കിന്റെ ഫളായിലാണ് പറയുന്നത് അബൂ താലിബ്, ആ മുഹമ്മദ് ചില്ലറക്കാരനല്ല. പക്ഷെ അൽ മാലു ഖൽ, മുതലില്ല, പൈസ ഇല്ല. എന്നിട്ട് അബൂ താലിബിന്റെ വഅദ് പറയുകയാണ്, പണം, സമ്പത്ത് അത് ഇന്നൊരാളെടുത്ത് നാളെ വേറൊരാളെടുത്താണ്. പക്ഷെ അതൊന്നും അല്ലാത്ത സ്ഥാനം പിറകെ എന്റെ ഈ മോൻ മുഹമ്മദിന് വരാനുണ്ട്. ആ മുഹമ്മദ് ഖദീജനെ സ്നേഹിച്ചു, ഖദീജ മുഹമ്മദിനെ സ്നേഹിച്ചു. അങ്ങനെ വിവാഹാലോചനയുമായി വന്നു. ആ വിവാഹം ഞാൻ എൻ്റെ സ്വന്തം കീശയിൽ നിന്ന് 500 ദിർഹം മഹറായിട്ട് കൊടുത്തിട്ട് ഇതാ നടത്തി കൊടുക്കുന്നു എന്ന്. ഇത്ര കൃത്യമാണ് കാര്യം. അതല്ലേ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ വ്യത്യാസം? എന്താ അബൂ താലിബ് ലാത്തനെ വിളിച്ചിട്ടാണോ കല്യാണം കഴിച്ചു കൊടുത്തത്? ഉസ്സനെ വിളിച്ചിട്ടാണോ കല്യാണം കഴിച്ചു കൊടുത്തത്? അതോ അൽ ഫാത്തിഹ ഇലാ ഹദ്റത്തി ലാത്ത ഇലാ ഹദ്റത്തി ഉസ്സ ഇലാ ഹദ്റത്തി മനാത്ത ഇലാ ഹദ്റത്തി ഇബ്രാഹിം ഇലാ ഹദ്റത്തി ഇസ്മായിൽ അൽ ഫാത്തിഹ, അങ്ങനെയാണോ അബൂ താലിബ് ഖുതുബ അവസാനിപ്പിച്ചത്? ഇനിയുണ്ട് പറയാൻ. ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ്.
കേൾക്കാൻ നിങ്ങൾ അവസരം കൊടുത്തിരിക്കുകയാണ് സമൂഹത്തിന്. കേട്ടിരിക്കണം. അല്ലാഹു തആല അന്ന് തുടങ്ങിയതാണ് ഈ 2 പാർട്ട്. പ്രവാചകന്മാരുടെ വിയോഗത്തോടെ പുരോഹിതന്മാര് സമൂഹത്തെ സ്വന്തക്കാരാക്കിയെടുക്കും. എന്നിട്ട് അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് ജാറത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയും പാവപ്പെട്ട സാധാരണക്കാരന്റെ വിവരക്കേടിനെ ജാറങ്ങൾ വെച്ച് ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന പുരോഹിത വർഗവും ഭരണകൂടവും ഒരു ഭാഗത്ത്. അല്ലാഹു മാത്രമാണെല്ലാം, അല്ലാഹു അല്ലാത്ത മറ്റൊന്നുമില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രം അംഗീകരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വേറൊരാൾക്കും ഈ പറഞ്ഞതിലൊന്നും ഒരവകാശവുമില്ല. അതാണ് ദീനെന്ന് ബഹുമാനപ്പെട്ട ആദം നബി തൊട്ട് 1,25,000 നബിമാരും 313 മുർസലീങ്ങളും തുടർന്ന് ഇങ്ങോട്ട് എല്ലാവരും. ഈ 2 പാർട്ട് ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 3 മക്കൾ ശീസും ഇദ്രീസും അങ്ങനെ പോയി. ശൈത്താൻ ഈ ഖബറുകൾ വെച്ചുകൊണ്ട് കളിച്ചു. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി എന്നാണോ പറയേണ്ടത്, ആകാശത്തിലേക്ക് പോയി എന്നാണോ? ഉലമാക്കൾക്കിടയിൽ ഇഖ്തിലാഫുള്ള വിഷയമാണ്. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും കാലത്തിന് ശേഷം നേരത്തെ പറഞ്ഞ ലലാലത്തിന്റെ സാഹിബ് ഡ്യൂട്ടി തുടങ്ങി. ഖബറുകളെ വെച്ചുകൊണ്ട് മഹാൻ വേറൊന്നും കാണിച്ചു കൊടുക്കാനില്ല. പുതിയ മതം വരാൻ തുടങ്ങിയിട്ടില്ല. പുതിയ ദേവീദേവന്മാരില്ല. പുതിയ ബിംബങ്ങളില്ല. പുതിയ ഒരു സംവിധാനവും ഇല്ല. മരിച്ചുപോയ മഹാന്മാരെ ഖബർ മാത്രമാണ് ശൈത്താന്റെ ആയുധം. നബിമാരെ ഖബർ വെച്ചിട്ട് കളിച്ചിട്ട് നടന്നില്ല. സമൂഹം വീണ്ടും അങ്കലാപ്പിലായി. ആ ഇടവേള, ആ ഗ്യാപ്പ് ശൈത്താൻ ഉപയോഗിക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്തിന്റെ തസ്തിക നിർത്തിവെച്ചു. ഉലമാക്കളുടെ ഇൽമിലേക്ക് കടന്നു. ഇൽമു ഉപയോഗിച്ച് ഉലമാക്കൾ തർബിയത്ത് കൊടുക്കണം. അങ്ങനെയാണ് ഇദ്രീസിന്റെ സന്താന പരമ്പരയിലെ പ്രിയപ്പെട്ടവരായ 5 പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ദഅവത്തുമായി തർബിയത്തുമായി രംഗത്ത് വന്നത്. അല്ലേ? ഇതല്ലേ ചരിത്രം? കൃത്യമല്ലേ? ഒരു ഭാഗത്ത് തൗഹീദ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആകാശത്തിൽ നിന്ന് കിട്ടിയ തർബിയത്തനുസരിച്ച്. മറുഭാഗത്ത് ജാറങ്ങൾ വെച്ചുകൊണ്ട് ശിർക്ക് കുഫറിന്റെ വഴി, അതേ ആകാശത്തിൽ വെച്ച് ഇബ്ലീസിന് കിട്ടിയ തർബിയത്തനുസരിച്ച്. ഈ 2 ട്രെയിനിങ് അനുസരിച്ചല്ലേ ലോകത്ത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം നാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെത്തിയത് ഏതാണ്? ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലെത്തി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷമാണ് നിർണായകമായ 2 പാർട്ടായിട്ട് പിരിയുന്നത്. ഒന്ന് ഇസ്മായിലിന്റെ കുടുംബം, മറ്റേത് ഇസ്ഹാക്കിന്റെ കുടുംബം. ഈ 2 കുടുംബത്തിലാണ് ഈ 2 വ്യവസ്ഥിതികൾ ഈ 2024 വരെയും തുടർന്ന് വരുന്നത്. ഒന്ന് പ്രമാണങ്ങൾ വെച്ചുകൊണ്ടുള്ള ആദർശം, 2 ആചാരങ്ങൾ വെച്ചുകൊണ്ടുള്ള പാരമ്പര്യം. ആചാരങ്ങൾ വെച്ചുകൊണ്ടുള്ള പാരമ്പര്യം ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും തുടരാം. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്ത് നസീബാക്കട്ടെ. അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും നസീബാക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.